അഞ്ചിൽ തുടങ്ങി 50,000, 100,000, 200 അതിനു മുകളിലേക്ക് ദയാരഹിതമുയരുന്ന മരണങ്ങൾ, വിലാപങ്ങൾ കണ്ടത് യാഥാർത്ഥ്യമാണോ അതോ പേക്കിനാവാണോ പടച്ചവനെ എന്ന് മരവിച്ച് വാർത്ത പറഞ്ഞ ആ വല്ലാത്ത വാർത്താ ദിനങ്ങൾ ഓർക്കലാണ്. ആ ദുരന്ത സായാഹ്നങ്ങളിൽ ഒന്നിൽ മേപ്പാടി ടൗണിൽ നടത്തിയ സംവാദം പൂർത്തിയാക്കി മടങ്ങാൻ നേരം വേദനയോടെ പരിഭവം പറഞ്ഞൊരു ഷാജിച്ചേട്ടനുണ്ട്. ഈ ക്യാമറകളും നിങ്ങളും ഇപ്പോൾ ഈ ദുരന്തകാലത്താണ് ഞങ്ങൾക്കൊപ്പം ശരി, പക്ഷേ നാളെ വലിയൊരു വാർത്ത വന്നാൽ നിങ്ങൾ അതിന് പിന്നാലെ പോകും. ഇപ്പോൾ മത്സരിച്ചാഞ്ഞ് പ്രഖ്യാപിക്കുന്ന വാഗ്ദാനങ്ങൾ വ്യാജങ്ങളുടെ പടുവാക്കാകും. ഞങ്ങളും ഞങ്ങളുടെ അനാഥത്വങ്ങളും തകർന്നുപോയ കിടപ്പാടങ്ങളും സ്വപ്നങ്ങളും ഞങ്ങളുടെ മാത്രം നീറ്റലാകും. ഞങ്ങൾ ഒറ്റയ്ക്കാകും. അങ്ങനെ ഉണ്ടാകല്ലേ സാറേ. ആ വേദനകൾ, വിലാപങ്ങളുടെ മഹാദുരന്തം കഴിഞ്ഞ് 4 പൂർണ്ണമാസങ്ങൾ പൂർത്തിയാക്കി 5-ാം നാളും കഴിഞ്ഞ് 6-ാം ദിവസമാണ്. അന്ന് കർണാടകത്തിൽ കൂട്ടത്തിലൊരുത്തൻ പ്രിയപ്പെട്ടവൻ എവിടെയാണെന്നറിയാത്ത ആദിയിൽ അർജുനെ മടങ്ങിവാ എന്ന പ്രാർത്ഥനകളിൽ നമ്മൾ കേരളം വഴിക്കണ്ണുമായി കാത്തിരുന്നവരാണ്. ആ ഗംഗാവലിയിൽ കാണാതായി പിന്നീട് കിട്ടിയത് ജീവൻ ഒന്നാണെങ്കിൽ മുണ്ടക്കൈയുടെ ചൂരൽമരയുടെ മണ്ണറകളിൽ കാണാമറയത്തിപ്പോഴും കണക്കിൽ മാത്രം പ്രാണൻ 1ഉം 2ഉമല്ല 44 ആയുഷ്കാലത്തിന്റെ വിയർപ്പിൽ കിതച്ചുണ്ടാക്കിയ കിടപ്പാടമടക്കം എല്ലാം പൊക്കോട്ടെ സാറേ. ഓമനിച്ച് കൊതി തീരാത്ത കുഞ്ഞുങ്ങളുടെ പൊന്നുമക്കളുടെ ശരീരം എവിടെയാണെന്നറിയാതെ, ചേതനയില്ലെങ്കിലും വാരിയെടുത്ത നെറ്റിയിൽ അവസാനമായി ഒരു ചുംബനം നൽകി യാത്ര പോലും നൽകാനാവാത്ത ജീവിതം എന്തൊരു ഗതികെട്ട ജീവിതമാ സാറേ എന്ന് വിലപിക്കുന്ന അച്ഛന്മാരെ, ഉമ്മമാരെ ഇന്നും കേട്ടതാണ്. ആ മനുഷ്യരുടെ മുഖത്ത് നോക്കിയാണ് ചട്ടവും മെമ്മോറാണ്ടവും പറഞ്ഞ് 5 ചില്ലിപ്പൈസ സഹായമായി നൽകാതിരിക്കാനുള്ള രാഷ്ട്രീയ പകയുടെ പിത്തലാട്ടങ്ങൾ ഉളുപ്പുണ്ടോ കേന്ദ്രമേ? എന്നിട്ട് ചെയ്ത സേവനങ്ങളുടെ ഔദാര്യം പറച്ചിലാണ്. മോദി വന്നില്ലേ, മന്ത്രി വന്നില്ലേ, വ്യോമസേനയുടെ വിമാനങ്ങൾ വന്നില്ലേ? ചുമ്മാതല്ല കേന്ദ്ര സാറേ, പിന്നാലെ വരും. നയാ പൈസ എണ്ണി തയ്യാറാക്കിയ ഒരു കണക്കിന്റെ വാറോല. ഈ പോയ മഹാപ്രളയകാലത്ത് രക്ഷാപ്രവർത്തനത്തിന് അടിച്ചു കിട്ടിയ ബില്ല് 102 കോടിയാണ്. 205 കോടി 81 ലക്ഷം രൂപ നാട് മുങ്ങിയ കാലത്തെ അരിക്കാശ് പോലും പിടിച്ചു പറിച്ചിട്ട് യൂണിയൻ സർക്കാരെ ഔദാര്യം പറയല്ലേ? അട്ടിയടിക്ക് ഇലക്ട്രൽ ബോണ്ടുകളുടെ അവിശുദ്ധ കോടികളല്ല ചോദിക്കുന്നത്. അങ്ങോട്ട് ഞങ്ങൾ പിരിച്ചു നൽകിയ നികുതി പങ്കാണ്. പിച്ചക്കാശൽ അവകാശമാണ്. അവകാശങ്ങൾ തരുന്നില്ലെങ്കിൽ പിടിച്ചു വാങ്ങാതിരിക്കാനും മാത്രം മലവെള്ളപ്പാച്ചിൽ ചണ്ടികളായോ നമ്മൾ? ചരിത്രത്തിൽ, ചോരയിൽ, ജനിതകത്തിൽ പോരാട്ടങ്ങളുടെ സമരമുന്നേറ്റങ്ങളാണ്. അധർമ്മത്തിനെതിരെ നിറയണം ഡൽഹി തെരുവുകൾ. ആ കേന്ദ്ര പടിക്കൽ നാട്ടണം ഒരു രോഷപതാക. കേരളത്തിന്റെ സമരപതാക കാഹളം മുഴങ്ങട്ടെ. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ശ്രീ എസ് കെ സജീഷ്, ശ്രീ അബിൻ വർക്കി, ശ്രീ വി പി ശ്രീപത്മനാഭൻ, ശ്രീ സുബൈർ ബാവ ദുരന്തബാധിതനാണ്. ഇത്രയും പേർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ഞാൻ ശ്രീ സുബൈർ ബാവയിലേക്ക് തന്നെ പോകുന്നു. ശ്രീ സുബൈർ ബാവ, നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നതിനപ്പുറം നിങ്ങളുടെ സുബൈറിൻ്റെ 2 മക്കൾ പോയതാണ്. എന്തെങ്കിലും ഇന്നും DNA പരിശോധനയിൽ 3 പേരെ തിരിച്ചറിഞ്ഞു. എന്തെങ്കിലും സൂചന ഇതുവരെ ഉണ്ടോ സുബൈർ? ആസിം സാർ, ഇന്ന് വരെ എനിക്ക് ഇപ്പോൾ 2 മക്കൾ, ഇപ്പോൾ 44 പേരെ ഇതുവരെ കിട്ടാനുണ്ട്. ഇപ്പോൾ 2 മക്കളെ DNA പോലും കിട്ടാത്ത അവസ്ഥയിലേക്കാണ്. 4 മാസവും 6 ദിവസവുമായിട്ട് നമുക്ക് ഇതുവരെ അതിൻ്റെ ഒരു കാരണങ്ങളോ ഒരു DNA ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ നമുക്ക് തന്നിട്ടില്ല. കാരണം ഇപ്പോഴും സാറ് പറഞ്ഞ പോലെ വിലപിക്കുന്ന ഒരു അച്ഛനാണ് ഞാൻ. കാരണം ഞാനല്ല, ഇതുപോലെ ഒരു അച്ഛനും ഒരു കുടുംബത്തിൽ ഒരുപാട് പേരും കാത്തിരിക്കുന്നുണ്ട്. 72 ദിവസമായിട്ടും അർജുനെ എടുക്കാൻ വേണ്ടി കേരളം കാണിച്ച ഒരു ആവേശം പോലും നമ്മളെ ഈ മുണ്ടക്കൈ ചൂരമല ദുരന്തത്തിൽ അവർ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും മാനസികമായ ഒരു വിഷമം കാരണം പറയുന്നത്. ഇത് ഒരിക്കലും ഒരു അച്ഛനും അമ്മയും താങ്ങാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇപ്പോഴും ഈ 4 മാസവും 6 ദിവസവുമായിട്ട് മക്കളെ കാണാതെ നിൽക്കുന്ന ഒരു അച്ഛൻ്റെ ഇത്, അല്ലെങ്കിൽ അവരുടെ DNA ടെസ്റ്റ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. 44 പേരും ഇപ്പോഴും മണ്ണിനടിയിൽ കിടന്നിട്ട് ഒരാൾക്ക് വേണ്ടി നമ്മൾ 72 ദിവസം കൊണ്ട് തിരഞ്ഞെടുത്ത സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ഒരുപാട് സംഭവങ്ങളായിട്ട് ചാനലുകളിലൊക്കെ റേറ്റ് കൂട്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു അവസ്ഥ ഒന്ന് മനസ്സിലാക്കുക. കാരണം ഇതൊരു രാഷ്ട്രീയ ഒരു പാവപ്പെട്ട തൊഴിലാളിയുടെ മക്കളാണ് ഈ മണ്ണിനടിയിൽ കിടക്കുന്നതെന്ന് പോലും അവർക്ക് അറിയുന്നില്ല. എത്രമാത്രം മാനസികമായ വിഷമമാണ് ഞങ്ങൾ കൊണ്ടുനടക്കുന്നത് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല സാർ. ഇതുപോലെ ഒരു മനുഷ്യന് എങ്ങനെ ഈ ജന്മം, ഈ 4 മാസം 6 ദിവസം ഉറങ്ങാത്ത രാത്രികൾ, ഇതിനൊക്കെ മറുപടി സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും പറയട്ടെ. അവർക്ക് എന്തുകൊണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു DNA ടെസ്റ്റ്, ഇതിൻ്റെ റിപ്പോർട്ട് പോലും ഞങ്ങൾക്ക് തന്നിട്ടില്ല സാർ. എന്തിനാ ഞങ്ങളോട് പാവപ്പെട്ട തൊഴിലാളികൾ, അവർക്ക് തൊഴിൽ പോലും ഇപ്പോഴില്ല. ഡെയിലി 300 രൂപ വേതനം തരാമെന്ന് പറഞ്ഞിട്ട് അതുപോലെ ഇപ്പോഴും തന്നിട്ടില്ല. വാടക പോലും കയറാത്ത ഒരുപാട് പേരുണ്ട്. എന്തിനായിരുന്നു ഞങ്ങളോട് ഇത്രയും വലിയൊരു കുരുത? ഞങ്ങൾ ഇന്ത്യയിലല്ലേ? അതോ കേന്ദ്രം പറയുന്ന പോലെ
ഞങ്ങൾ വേറെ ഏതെങ്കിലും സംസ്ഥാനത്താണോ ഞങ്ങൾ ചെയ്യുന്നത്? വയനാട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള ഒരു സംസ്ഥാനമല്ലേ? ഇത്രയും മാനസികമായിട്ട് ഞങ്ങളോട് എന്തിന് ഞങ്ങളോട് പെരുമാറുന്നത്? മനുഷ്യരല്ലേ ഞങ്ങളും? ഞങ്ങളെ മക്കളില്ലേ? സുബൈർ, ഈ 4 മാസം തൊഴിൽ പോലും തിരച്ചിൽ നിർത്തിവെച്ചതായി പറയുന്നില്ല അല്ലേ? എന്താ ഞങ്ങൾ എന്നാൽ ഇങ്ങനെ DNA പരിശോധനയിൽ ഒറ്റയ്ക്കും തെറ്റയ്ക്കുമൊക്കെ അങ്ങനെ തിരിച്ചറിയപ്പെടുന്നുമുണ്ട്. അപ്പോൾ ഈ എത്ര കാലത്തേക്കെന്നുള്ള ഞാൻ ഈ സുബൈർ അനുഭവിക്കുന്ന വേദനയുടെ ആഴം ഞാൻ അതേ അർത്ഥത്തിൽ മനസ്സിലാക്കുകയാണ്. ഇത്രയും 4 മാസം 4 മാസം 7 ദിവസമായിട്ടും 2 മക്കൾ എവിടെയാണെന്ന് അറിയാതെയുള്ള കാത്തിരിപ്പ്. ഈ പറയുന്ന മാസങ്ങളിൽ ഒരു രാത്രിയെങ്കിലും സുബൈറും കുടുംബവും ശരിക്കും ഉറങ്ങിയിട്ടുണ്ടാവുമോ? ഇല്ല സാർ, ഉറങ്ങിയിട്ടില്ല സാർ. ഇതുപോലെ 44 കുടുംബങ്ങൾ ഇപ്പോഴും കാത്തിരിക്കുന്നില്ലേ സാർ? ഇപ്പോൾ 47 പേരാണ് മണ്ണിൻ്റെ അടിയിൽ. ഇപ്പോൾ 3 പേരെ DNA ടെസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവരും കാത്തിരിക്കുന്നില്ല സാറേ. എന്താണ് ഇവർ ചെയ്യുന്നത്? എന്താണ് നമുക്ക് ചെയ്തു തരുന്നത്? സംസ്ഥാന സർക്കാരായാലും ശരി, ഒരു പുനരധിവാസം ആണെങ്കിലും ശരി, ഇനി എന്ന് നമ്മൾ ഇറങ്ങിപ്പോണം ഇവിടുന്ന്? ഒരച്ഛൻക്ക് ഒരു മക്കളെ കർമ്മം പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നീങ്ങി പോകുന്ന ഒരു അവസ്ഥയാണോ കേരളം? എന്തിന് എന്തിന് ഈ ക്രൂരത ചെയ്യുന്നു? അത്രയും മാനസികമായ വിഷമം കൊണ്ടാണ് സാറ് പറയുന്നത്. അതേപോലെ അച്ഛനും അമ്മയല്ലേ ഇത് ചർച്ചയ്ക്ക് ഇരിക്കുന്ന ഓരോരുത്തരും? ഞാൻ അവരെ കണ്ടിട്ടില്ല. അവരെ മക്കളാണെങ്കിൽ സാറേ ഇതൊക്കെ ചെയ്യുമോ ഞങ്ങളോട്? ഏതെങ്കിലും സാറെ മക്കളാണെങ്കിൽ സാറ് ചെയ്യുമോ സാറേ മണ്ണിനടിയിൽ കിടക്കുമ്പോൾ? വേദനയാണ്, അങ്ങേറ്റത്തെ വേദനയാണ്. അതുപോലുള്ള ഇപ്പം ഇന്ന് 3 പേരെ തിരിച്ചറിഞ്ഞു. ഇനി 40 നോക്കൂ. ഷിരൂരിൽ അർജുൻ എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടി നമ്മൾ പിടഞ്ഞവരാണ് അല്ലേ? നമ്മൾ പിടഞ്ഞാണ്. അതൊരു ജീവനാണ്. ഇത് അതുപോലെ 44 ജീവൻ ഇപ്പോഴും എവിടെയാണെന്ന് അറിയാതെ, അത് മുണ്ടക്കയിൽ മണ്ണിനടിയിലാണോ, ചൂരൽമലയിലാണോ, അതോ ആ പുഴയിലാണോ, ചാലിയാറിലാണോ എന്ന് അറിയാതെ ഉള്ള കാത്തിരിപ്പ് അത് അതിഭീകരമാണ്. ഞാൻ എത്താം സുബൈർ. ശ്രീ VP ശ്രീപത്മനാഭൻ, ഇവിടെ നമുക്ക് മാത്രമേ ഉള്ളല്ലോ അല്ലേ ഈ ചട്ടം, മാനദണ്ഡം, മെമ്മോറാണ്ടം 3 മാസം എന്തോ കൊടുക്കാൻ വൈകി. തമിഴ്നാട്ടിലോട്ട് കേന്ദ്ര സംഘം പോയി. സ്റ്റാലിൻ 2000 ചില്ലുവാനും കൂടി ആവശ്യപ്പെട്ടു. അപ്പം തന്നെ എന്ന് പറഞ്ഞാൽ കേന്ദ്ര സംഘം തമിഴ്നാട്ടിലെത്തിയ ആ ദിവസം തന്നെ 900 ചില്ലുവാനും കൂടി അനുവദിക്കുകയും ചെയ്തു. അത് ഈ റിലീഫ് ഫണ്ട് വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് തമിഴ്നാട് സുപ്രീം കോടതിയിൽ ഉള്ളത് കൊണ്ടാണോ, അതോ താടിയുള്ളപ്പനെ പേടിയുള്ളൂ എന്ന ന്യായമാണോ ശ്രീ VP ശ്രീപത്മനാഭൻ? അല്ല, ഇന്ന് മുഖ്യമന്ത്രിയും കേരളത്തിൻ്റെ PWD വകുപ്പ് മന്ത്രിയുമൊക്കെ വളരെ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ ശ്രീ നിതിൻ ഗഡ്കരിയുമായി സംസാരിച്ച് കേരളത്തിൻ്റെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ, നമ്മുടെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട ഹൈവേ വികസനം, ഗ്രീൻഫീൽഡ് ഹൈവേ വികസനം, ഇതൊക്കെയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ സംസാരിച്ച് അതിനുശേഷം ശ്രീ മുഹമ്മദ് റിയാസ് വളരെ സന്തോഷത്തോടെ പത്രസമ്മേളനം നടത്തി പിരിഞ്ഞ ദിവസമല്ലേ? കേന്ദ്രവും കേരളവും തമ്മിലുള്ള ബന്ധം വഷളായി എന്നാണോ താങ്കൾ വിചാരിക്കുന്നത്? ആണോ? ഈ വയനാട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾക്ക് കേന്ദ്രം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഈ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ ഇന്ന് ചർച്ച നടക്കുമോ? ഡൽഹി പോയിരിക്കുകയെന്ന് എന്റെ ചോദ്യം നീർക്കുന്ന ചോദ്യമായിരുന്നു. അല്ലല്ല, കേന്ദ്ര സംഘം എത്തിയ ആ ദിവസം തമിഴ്നാടിന് 900 കോടി കൊടുക്കാമെങ്കിൽ വയനാടിന് 5 പൈസ കൊടുക്കാതിരിക്കാൻ നിങ്ങളുടെ ന്യായം എന്താണ് ശ്രീപത്മനാഭ? ഞാൻ പറയുന്ന ഉത്തരം കേൾക്കാൻ സൗകര്യമുണ്ട്, കേൾക്കുക. അഭ്യാസം എടുക്കരുത്. എൻ്റെ അടുത്ത് കുറേ ദിവസമായി നിങ്ങൾ തുടങ്ങിയിട്ട് പത്രക്കാർ. ഈ പാർലമെന്റ് സമ്മേളനം തുടങ്ങിയിട്ട് 7 ദിവസമായി 8 ദിവസമായി. അഡാനി എന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കുക എന്നല്ലാണ്ട് ഈ വിഷയം ഉന്നയിച്ചോ? കേരളത്തിന് 20 ലോക്സഭാ അംഗങ്ങളുണ്ടല്ലോ, അതിൽ ഒരാൾ ഞങ്ങളെ ആളാ, ഒഴിവാക്കി നിർത്ത്. ബാക്കി 19 ആളുണ്ടല്ലോ. രാജ്യസഭയിൽ 9 ആളുണ്ടല്ലോ, ഒറ്റ BJP-കാരനും ഇല്ല. ചോദിച്ചോ പാർലമെന്റിൽ എന്താ കേന്ദ്രം വയനാട് ദുരന്തത്തിൽ കേരളത്തിന് പൈസ കൊടുക്കാത്തതെന്ന് ചോദിച്ചോ ആരെങ്കിലും? 9 ദിവസമായി. 6 ദിവസം അഡാനി പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കി മുക്കി. അതിനുശേഷം ഭരണഘടന ചർച്ച ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 3 ദിവസമായി തുടങ്ങിയിട്ട്. എന്താ ചോദിച്ചില്ല? മറുപടി ഉണ്ടോ ശ്രീപത്മനാഭൻ? ക്വസ്റ്റ്യൻ അവറിന് ചോദിച്ചു. എന്റെ ചോദ്യത്തിന് അങ്ങേക്ക് മറുപടി ഉണ്ടോ? എന്റെ ചോദ്യത്തിന് അങ്ങേക്ക് വളഞ്ഞു കെട്ടാതെ മറുപടി ഉണ്ടോ? എന്റെ ചോദ്യം, തമിഴ്നാടിന് കേന്ദ്ര സംഘം എത്തിയ ദിവസം 900 കോടി കൊടുത്തെങ്കിൽ കേരളത്തിൽ ഇത്രയധികം പേർ 298 പേർ ഒഫീഷ്യലായി മരിച്ച ഒരു ദുരന്തത്തിൽ 5 നയാ പൈസ തരാതിരിക്കാൻ കാരണം പറയാൻ ധൈര്യമുണ്ടോ ശ്രീപത്മനാഭ? BJP വിരോധത്തിൽ നിന്നുണ്ടായ കുറെ അബദ്ധങ്ങളാണ് നിങ്ങളുടെ ചോദ്യം. നിങ്ങൾ അബദ്ധം പൊട്ടത്തരാ ചോദിക്കുന്നത്. യു ആർ ആസ്കിംഗ് ഫൂളിഷ് തിങ്സ്.
അന്ധമായ BJP വിരോധത്തിലുണ്ടായ പൊട്ട ചോദ്യങ്ങളാ. ഉത്തരമില്ലെങ്കിൽ പ്രകോപിതനാവാം. ഇന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് മറുപടി. ഉത്തരമില്ലെങ്കിൽ അങ്ങേക്ക് പ്രകോപിതനാവാം. പാർലമെന്റ് ചോദിക്കട്ടെ. ഉത്തരമില്ലെങ്കിൽ അങ്ങേക്ക് പ്രകോപിതനാവാം. പൊട്ടത്തരം പോലുള്ള അസഭ്യ വാക്കുകൾ അങ്ങേക്ക് ഉപയോഗിക്കാം. എന്റെ ചോദ്യം അവിടെ നിൽക്കുകയാണ്. ശ്രീപത്മനാഭ, എന്റെ ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഒരു മെമ്മോറാണ്ടവും ഇല്ലാതെ, ഒരു 3 മാസം കഴിഞ്ഞുള്ള ഒന്നുമില്ലാതെ തമിഴ്നാട്ടിൽ 900 ചില്ലുവാനം കോടി ആ ദിവസം കൊടുക്കാമെങ്കിൽ വയനാടിനോട് ഈ ചിറ്റമ്മ നയം എന്തിനാണ്? വയനാടിനോട് ചിറ്റമ്മ നയം എന്തിനാണെന്ന് പറയാൻ അറിയോ ശ്രീപത്മനാഭ? താങ്കൾക്ക് പറയാൻ അറിയോ? തിങ്കളാഴ്ച പാർലമെന്റ് ചോദിക്കും. അത് ചോദിക്കാം. താങ്കൾക്ക് പറയാൻ അറിയാവോ? അത് ചോദിക്കാം. താങ്കൾക്ക് ഇത് പറയാൻ അറിയാവോ? പാർലമെന്റിൽ അത് ചോദിക്കാം. പക്ഷെ താങ്കൾക്ക് ഈ ചോദ്യത്തിന് അറിയാവോ? തിങ്കളാഴ്ച പാർലമെന്റിൽ ചോദിക്ക്. ശ്രീപത്മനാഭ മുട്ടാപ്പോക്ക് പറയല്ലേ. താങ്കൾക്ക് ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയില്ല. കാരണം എന്താണ്? അങ്ങേക്ക് മറുപടി ഇല്ല. കാരണം എന്താണ്? അങ്ങേക്ക് മറുപടി ഇല്ല. അതുകൊണ്ടാണ് പാർലമെന്റിൽ പ്രിയങ്ക ഗാന്ധിക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധിക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. പച്ചക്കള്ളം എഴുതി കൊടുത്തേ. എഴുതി കൊടുത്തത് നുണയാ. തിങ്കളാഴ്ച ചോദിക്കും. എഴുതി കൊടുത്തത് നുണയാ. ശ്രീപത്മനാഭ, എന്റെ ചോദ്യം, എന്റെ ഒരൊറ്റ ചോദ്യമാണ്. തമിഴ്നാടിന് ആ ദിവസം 900 ചില്ലുവാനം കോടി കൊടുക്കാമെങ്കിൽ പ്രിയപ്പെട്ട BJP പ്രതിനിധി കേരളത്തിനോട് ശത്രുത എന്തിനാണ്? കേരളത്തിന് 5 പൈസ കൊടുക്കാത്ത എന്താണെന്ന് മറുപടി അങ്ങേക്കുണ്ടോ? നിങ്ങൾ നുണ പറയാണ്. നുണ നിങ്ങളാണ് പറയുന്നത്. അന്ധമായ BJP വിരോധം കാരണം നിങ്ങൾ നുണ പറയാണ്. നിങ്ങൾ പ്രിയങ്ക ഗാന്ധിക്ക് എഴുതി കൊടുത്ത ചോദ്യത്തിൽ ഉത്തരത്തിൽ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ തിങ്കളാഴ്ച പാർലമെന്റ് ചോദിക്കും. ഈ ദുരന്തം മുൻകൂട്ടി വിവരം അറിയിച്ചില്ല എന്നുള്ളത് അങ്ങ് ചർച്ച അലമ്പാക്കും എനിക്കറിയാം. കാരണം എന്താണ്? അങ്ങേക്ക് മറുപടിയില്ല. ശ്രീപത്മനാഭൻ, തമിഴ്നാട്ടിൽ ഫെങ്കൽ ചുഴലിക്കാറ്റടിച്ചു. അവിടെ കേന്ദ്ര സംഘം എത്തി. കേന്ദ്ര സംഖ്യ അതേ ദിവസം ഒരു മാനദണ്ഡവുമില്ലാതെ 900 കോടി അടിയന്തരമായി അനുവദിക്കാമെങ്കിൽ കേരളത്തിനോട് എന്തിനാണ് വേറെ കൃത്യം? മറുപടി ഉണ്ടോ? തിങ്കളാഴ്ച പാർലമെന്റ് ചോദിക്കും. അത് ചോദിക്കാൻ പറയാം. അത് ചോദിക്കാൻ പറയാം. തിങ്കളാഴ്ച പാർലമെന്റിൽ ഇപ്പോൾ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന BJPയുടെ പ്രതിനിധിക്ക് മറുപടി ഉണ്ടോ? ഇല്ലല്ലോ. പാർലമെന്റ് സെഷൻ നടന്നുകൊടുക്കുക. ശരി, ചോദിക്കാം. അത് ഇപ്പോൾ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന BJPയുടെ പ്രതിനിധിക്ക് അതിന് മറുപടി ഉണ്ടോ? ഇല്ലല്ലോ. അങ്ങേക്ക് മറുപടി ഉണ്ടോ ശ്രീപത്മനാഭ? പാർലമെന്റ് ചോദിക്കും. അങ്ങേക്ക് മറുപടി ഉണ്ടോ ശ്രീപത്മനാഭ? കൃത്യമായ ഉത്തരം തരും. അങ്ങേക്ക് മറുപടി ഉണ്ടോ? എഴുതി കൊടുത്തിട്ടുണ്ട്. അങ്ങേക്ക് മറുപടി ഉണ്ടോ? അങ്ങേക്ക് ഇതിന് മറുപടി ഉണ്ടോ? എന്റെ ചോദ്യത്തിന് അഭ്യാസം താങ്കളല്ലേ അത് ചേർക്കുന്നത് മനസ്സിലാവുന്നുണ്ട്. അഭ്യാസം ആരെടുക്കുന്നത്? അങ്ങേക്ക് മറുപടി ഉണ്ടോ? മറുപടിയാണ് പാർലമെന്റ് ചോദിക്കും. അങ്ങേക്ക് മറുപടി, ഇതിന് മറുപടി ഇല്ലല്ലോ. ഇതിന് മറുപടി അങ്ങേക്ക് അറിയില്ലല്ലോ. അല്ല, ഇതിന് മറുപടി അങ്ങേക്ക് അറിയില്ലല്ലോ. അതുകൊണ്ടല്ലേ എന്റെ മറുപടിയാണ്. എന്താ? രാജ്യത്തെ പാർലമെന്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോദിക്ക് പാർലമെന്റിൽ. അവിടെ നുണ പറയാൻ പറ്റൂലല്ലോ. ശ്രീ VP, എന്റെ ചോദ്യം വളരെ ലഘുവാണ്. ത്രിപുരയിൽ ദുരന്തമുണ്ടായി കേന്ദ്ര സംഘം അവിടെ എത്തി 2 ദിവസത്തിനകം അവർക്ക് അടിയന്തര സഹായം കൊടുക്കാമെങ്കിൽ തമിഴ്നാട്ടിൽ ഫെങ്കൽ ഉണ്ടായി എന്ത് ചെയ്യാൻ പറ്റും? അങ്ങ് നുണ പറഞ്ഞാൽ എന്ത് ചുക്ക് ചെയ്യാൻ പറ്റും? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങ് നുണഞ്ഞോട്ടിക്ക് അത്രേ ഉള്ളൂ. എന്റെ ചോദ്യം ശ്രീപത്മനാഭൻ, അങ്ങേക്ക് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. എന്റെ ചോദ്യം അവിടെ നിൽക്കുകയാണ്. ചോദ്യം എന്താണ്? ത്രിപുരയ്ക്ക് ദുരന്തമുണ്ടായി 2ാം ദിവസം ഒരു മാനദണ്ഡവും ഒരു കത്തുമില്ലാതെ അടിയന്തര സഹായം അനുവദിക്കാമെങ്കിൽ, തമിഴ്നാട് ദുരന്തമുണ്ടായി കേന്ദ്ര സംഘം എത്തിയ ദിവസം 900 കോടി അനുവദിക്കാമെങ്കിൽ കേരളത്തിന് അനുവദിക്കാത്ത നിങ്ങളുടെ രാഷ്ട്രീയ പകയാണ് ശ്രീപത്മനാഭ. അതുകൊണ്ടാണ് താങ്കൾക്ക് മറുപടി ഇല്ലാതെ അങ്ങ് വിളറിയിരിക്കുന്നത്. അങ്ങയുടെ കുറ്റമല്ല, അങ്ങ് മറുപടി ഇല്ല. അതുകൊണ്ടാണ് അത് ചോദിക്കാം. ഓക്കെ, തിങ്കളാഴ്ച പാർലമെന്റ് ചോദിക്കാൻ പറയും. അങ്ങേക്ക് മറുപടി ഇല്ലല്ലോ. അങ്ങേക്ക് മറുപടി ഇല്ലല്ലോ. അങ്ങേക്ക് ഇപ്പൊ മറുപടി ഉണ്ടോ? ഇല്ലല്ലോ. അങ്ങേക്ക് ഈ ചോദ്യത്തിന് മറുപടി പറയാൻ അറിയാവോ? പ്രിയപ്പെട്ട BJP പ്രതിനിധി, അങ്ങേക്ക് ഈ ചോദ്യത്തിന് മറുപടി പറയാൻ അറിയാവോ? പ്രിയപ്പെട്ട BJP പ്രതിനിധി, അങ്ങേക്ക് ഈ ചോദ്യത്തിന് മറുപടി പറയാൻ അറിയാവോ? അതേ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങ് അറിയാം. ശരി, ചുണയുണ്ടെങ്കിൽ ഇതിന് മറുപടി പറ. അങ്ങേക്ക് ചുണയുണ്ടെങ്കിൽ ഇതിന് മറുപടി ഉണ്ടെങ്കിൽ പറയാവോ? ഇല്ല. ഓക്കെ, ശ്രീ SK സജീഷ് ഇല്ലല്ലോ. ഓക്കെ, എനിക്കിവിടെ എന്ത് നുണയും പറയാം. പാർലമെന്റ് നുണ പറയാൻ പറ്റൂല. പാർലമെന്റിൽ പറയാൻ ഞാൻ MP ആണോ ശ്രീപത്മനാഭൻ എന്ന് പറയുന്ന BJPയുടെ ഒരു പ്രതിനിധിയോട് ചോദിക്കുമ്പോൾ BJPയുടെ പ്രതിനിധി പറയുകയാണ് എനിക്ക് എന്ത് നുണയും പറയാം. എനിക്ക് എന്ത് നുണയും പറയാമെന്ന് ശ്രീപത്മനാഭൻ BJPയുടെ ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സൺ വന്നിരുന്ന് പറയുകയാണ്. ചാനൽ ചർച്ചയിൽ എനിക്ക് എന്ത് നുണയും പറയാമെന്ന് പറയുകയാണ്. നമിച്ചേ, ഞാൻ എത്താം. ശ്രീ SK സജീഷ്, ശ്രീ VP BJP പ്രതി എന്ത് മറുപടി പറയും? BJP പ്രതി എന്ത് മറുപടി പറയും? മറുപടി ഇല്ല.
BJP പ്രതിനിധി ഇങ്ങനെ മുട്ടാപ്പോക്ക് പറയുന്നാൽ എന്ത് മറുപടി പറയും? ഇവിടെ ത്രിപുരയ്ക്ക് അനുവദിച്ചു, പോയി കണ്ടുടനെ അനുവദിച്ചു, ആന്ധ്രയ്ക്ക് അനുവദിച്ചു ശതകോടികൾ, ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്കൊക്കെ അനുവദിച്ചു, ബീഹാറിന് അനുവദിച്ചു ശതകോടികൾ. കേരളത്തിന് ഇവിടെ വന്ന് പൂർണ്ണമായി ഡിസ്ക്രിപ്ഷണറി അധികാരമുള്ള ഒരു വിഷയത്തിൽ പ്രധാനമന്ത്രി ഇവിടെ വന്ന് അവിടെ കുഞ്ഞിനെ എടുത്ത് കളിച്ച് ഫോട്ടോ എടുത്ത് പോയതല്ലാതെ എന്തുകൊണ്ട് അടിയന്തര സഹായം അനുവദിച്ചില്ല എന്ന ചോദ്യത്തിന് മറുപടി ഇല്ലപ്പോൾ പിന്നെ ഇതല്ലേ പറയൂ. SK സജീഷ് പാവത്തിനെ കുറ്റം പറയണോ? ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുക പാവത്തിനെ കുറ്റം പറയണോ SK സജീഷ്? ശ്രീപത്മനാഭൻ പാവമാണ്, മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പ്രൊവോക്കഡ് ആവുന്നത്. സാറേ അങ്ങയുടെ നിസ്സായാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നു. അങ്ങനെ മറുപടി ഇല്ല, അങ്ങ് പാവമാണ്, എനിക്ക് മനസ്സിലാവുന്നു. സജീഷ് ഹാഷ്മി, എനിക്ക് പറയാമോ? പറയൂ. എനിക്ക് പറയാമെന്ന് കരുതുകയാണ്. അദ്ദേഹം തുടരുന്നതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. അങ്ങ് പറയൂ സർ. ഒന്ന്, ഹാഷ്മി, ഈ ചർച്ചയിൽ അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിച്ച ഒരു കാര്യമുണ്ട്. ചർച്ചയിൽ ഇവർ കള്ളം പറയാനാണ് വരുന്നത് എന്ന്. അതായത് മോദിയെയും BJP സർക്കാരിനെയും അമിത്ഷായെയും ന്യായീകരിക്കാൻ വേണ്ടി ഞങ്ങൾ സ്വയം കള്ളന്മാരാണ് ഈ കേരളത്തിലെ BJP നേതാക്കന്മാർ, അത് ഞങ്ങൾ കള്ളം പറയാനാണ് ചർച്ചകളിലെല്ലാം വരുന്നത് എന്ന് ജനങ്ങളോട് സമ്മതിച്ചതായിരിക്കും ഒരുപക്ഷെ ഈ ചർച്ചയിൽ ഒരു ഗുണകരമായ കാര്യം ശ്രീ പത്മനാഭൻ പറഞ്ഞത് എന്ന് നമുക്ക് കാണാം. ഒന്ന്, നുണ പറയാനും ജനങ്ങളെ ഭിന്നിപ്പിക്കാനും നല്ല ആസ്വാദനത്തോടെ ഭക്ഷണം കഴിക്കാനും അല്ലാതെ നാവ് എന്നത് BJPക്കാർ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് സ്വയം പരിശോധിക്കുക. ഇവിടെ നമുക്കല്പം പ്രയാസമുണ്ടായി. കാരണം ഈ ദുരന്തത്തിന്റെ നല്ല തീക്ഷ്ണമായ അതിവൈകാരികമായ ദുരന്തപൂർണമായ ജീവിതാനുഭവം നമ്മുടെ മുന്നിൽ പറഞ്ഞ സുബൈർ ബാബു അപ്പുറത്തിരിക്കുന്നുണ്ട്. അതെങ്കിലും ശ്രീ പത്മനാഭൻ ഓർക്കേണ്ടതായിരുന്നു. BJP പ്രതിനിധിയാണെങ്കിലും മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ല ഞങ്ങൾക്ക് എന്ന് പ്രഖ്യാപിക്കുന്ന രീതിയിൽ വർത്തമാനം പറയാൻ വേണ്ടി പാടില്ല എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു, ഇവിടെ ഹാഷ്മി തന്നെ സൂചിപ്പിച്ചു, ത്രിപുരയിൽ, തെലങ്കാനയിൽ, ഉത്തരാഖണ്ഡിൽ ഇവിടെയെല്ലാം ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തത്തിൽ ഒരു മാനദണ്ഡവുമില്ലാതെ പണം അനുഭവിക്കുന്ന നിലയുണ്ടായി. മാത്രവുമല്ല, ആന്ധ്രയ്ക്കും ബീഹാറിനും അഡ്വാൻസ് ആണ് കൊടുത്തത്. ദുരന്തത്തിന് അഡ്വാൻസ് ബീഹാറിന് 13,000 കോടി രൂപയാണ് കൊടുത്തത്. ഏറ്റവും ഒടുവിൽ നമ്മൾ മുന്നിൽ കാണുന്നത് എന്താണ്? ആർക്കും സഹായിക്കേണ്ട എന്നുള്ള അഭിപ്രായം മലയാളികളായ നമ്മൾക്കുണ്ടാവില്ലല്ലോ. ലോകത്തുള്ള എല്ലാ മനുഷ്യരും അവശത അനുഭവിക്കുമ്പോൾ, ജീവദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ അവരെ സഹായിക്കണം എന്ന മനസ്ഥിതിയുള്ളവരാണ് മലയാളികൾ എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തമിഴ്നാടിനോ മറ്റിതര സംസ്ഥാനങ്ങൾക്കോ അവിടുത്തെ പാവപ്പെട്ട മനുഷ്യർക്ക് എന്തെങ്കിലും അനുവദിക്കുന്നുണ്ടെങ്കിൽ അതിനെതിർ നിൽക്കുന്നവരല്ല നമ്മൾ. പക്ഷേ ഇന്ന് ഇപ്പോൾ തമിഴ്നാടിന് ഒരു മാനദണ്ഡവും SDRFന്റെ ഒരു മാനദണ്ഡവും പാലിക്കാതെ തന്നെ ചെലവഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് കേന്ദ്ര സമൂഹം വന്നു പോയി ഉടനെ തന്നെ 900 കോടിയിലധികം രൂപ അനുവദിച്ചിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ 3 കാര്യങ്ങൾ നിരന്തരമായി ആവശ്യപ്പെട്ടത്. ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇത് അതിതീവ്ര സ്വഭാവമുള്ള ദുരന്തമായി പരിഗണിക്കണം, L3 കാറ്റഗറിയിൽ പെടുത്തണം. അങ്ങനെ പെടുത്തിയാൽ മാത്രമാണ് നേരത്തെ നമ്മളിവിടെ കേട്ട സുബൈർ ബാബുവിൻ്റെ പോലെയുള്ള ദുഃഖങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം നമുക്ക് ബന്ധുക്കളെ നഷ്ടപ്പെട്ട കാര്യത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിയില്ലെങ്കിലും അപ്പുറത്തേക്ക് അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഒരു പുതിയ ടൗൺഷിപ്പിലേക്കെല്ലാം എത്തി ജീവിതം പരസ്പരം സഹകരിച്ച് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ ഒരു L3 കാറ്റഗറിയിലേക്ക് വന്നാൽ MPമാർക്ക്, രാജ്യത്തെമ്പാടുമുള്ള MPമാർക്ക് സഹായം നൽകാൻ വേണ്ടി പറ്റും. 1 കോടി രൂപ വരെ MP ഫണ്ടിൽ നിന്ന് ഏത് MPക്കും വയനാടിനെ സഹായിക്കാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയും. അതിനൊന്നും അനുവാദം നൽകുന്നില്ല. ദേശീയവും അന്തർദേശീയവുമായ ഒരുപാട് സഹായങ്ങൾ ഇതുപോലെയൊരു അതിതീവ്ര ദുരന്തത്തിന് സഹായിക്കാൻ വേണ്ടി കഴിയും. 251 പേർ മരണപ്പെടുകയും 47 പേർ കാണാതാവുകയും ചെയ്ത ഒരു അതിതീവ്രമായ ദുരന്തമാണല്ലോ ഇത്. അതാണല്ലോ L3 കാറ്റഗറിയിൽ പെടുത്തണമെന്ന് നമ്മൾ പറയുന്നത്. അതിൽ അങ്ങനെ പെടുത്തിക്കഴിഞ്ഞാൽ ഒരുപാട് സഹായങ്ങൾ ലഭിക്കുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ തന്നെ 13ാം വകുപ്പ് പ്രയോജനപ്പെടുത്തിയാൽ അതിൻ്റെ ഭാഗമായി എല്ലാ കടങ്ങളും എഴുതി തള്ളാൻ വേണ്ടി കഴിയും. കേരളത്തിലെ സർക്കാർ മാതൃകാപരമായ സമീപനം സ്വീകരിച്ചു. സഹകരണ ബാങ്ക്, സംസ്ഥാന സഹകരണ ബാങ്ക് നേതൃത്വം നൽകിക്കൊണ്ട് സഹകരണ മേഖലയിലുള്ള എല്ലാ വായ്പകളും എഴുതി തള്ളാനുള്ള നിലപാട് സ്വീകരിച്ചു. എന്നാൽ അത് പൊതുമേഖലാ ബാങ്കുകൾ കൂടി സ്വീകരിക്കാൻ വേണ്ടി കഴിയും. ഈ പറഞ്ഞ അതിതീവ്ര ദുരന്തമായി ഇത് പ്രഖ്യാപിക്കപ്പെടുകയാണെങ്കിൽ അടിയന്തരമായ സഹായത്തിന് നമ്മൾ ആവശ്യപ്പെട്ടു. ഒരു അടിയന്തര സഹായവും നൽകിയില്ല എന്ന് മാത്രമല്ല, നമുക്ക് ഏറ്റവും പ്രയാസമുണ്ടാക്കുന്ന കാര്യം ആലോചിച്ച് നോക്കൂ. ഇവിടെ പാർലമെന്റിൽ പറഞ്ഞില്ല എന്നാണ് ശ്രീ പത്മനാഭന്റെ കളവിലൊന്ന്. ആ കളവ് പറയുമ്പോൾ അദ്ദേഹം കാണേണ്ടത് രാജ്യസഭയിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ജോൺ ബ്രിട്ടാസ് MPയുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം മലയാളിയുടെ ഹൃദയത്തിൽ തറക്കുന്ന ഒരു ഉത്തരവുമായിട്ടാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. എന്താണ്? 153.47 കോടി രൂപ പട്ടാളം വന്നതിന് ഒരു ഉളുപ്പുമില്ലാതെ ഞങ്ങൾ ഈടാക്കിയിട്ടുണ്ട്. SDRFൽ നിന്ന് അത് തിരിച്ചു പിടിക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്.
10 പൈസ ഇങ്ങോട്ട് തരുന്നതിന് മുമ്പ് 153.47 കോടി രൂപ നമ്മുടെ SDRF നിലനിൽക്കുന്ന ഫണ്ടിനകത്തുനിന്ന് എന്റെ സജീഷ് 205 കോടി 81 ലക്ഷം രൂപ അരിപ്പൈസ പിടിച്ചു മേടിച്ചു. 5 പൈസ ഇല്ല, ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞിട്ട് ആ പൈസ പിടിച്ചു മേടിച്ചു. പിന്നാണോ മറ്റേ ഹെലികോപ്റ്റർ വന്നതിന്റെ ഈ കോടികൾ? അരിപ്പൈസ പിടിച്ചു മേടിച്ചു. അത് ശരിയാണ് ആശുപ, അത് ശരിയാണ്. അരിയുടെ പണം 200 ചില്ലാണം കോടി രൂപ നേരത്തെ പിടിച്ചു. പണ്ട് വ്യോമസേന വന്നതിന് ഒരു 100 ചില്ലാണം കോടി വേറെയും പിടിച്ചു. ഇതെല്ലാമാണല്ലോ ഇവർ ചെയ്തത്. എന്ത് അപരാധമാണ് നമ്മൾ മലയാളികൾ ചെയ്തത്? നമ്മൾ എന്ത് അപരാധമാണ് ചെയ്തത്? ഈ മനുഷ്യരും ഈ രാജ്യത്തുള്ളവരല്ലേ? ഈ കേരളം ഈ രാജ്യത്തുള്ളവരല്ലേ? എനിക്ക് അത്ഭുതം തോന്നുകയാണ്. ഒരേ വാചകത്തിൽ കിടന്ന് നിങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കൂ എന്ന് BJP പ്രതിനിധി ഈ ചർച്ചയിൽ പറയുകയാണ്. പാർലമെന്റിൽ ഉന്നയിക്കുക മാത്രമല്ല, ഇടതുപക്ഷ വലതുപക്ഷ വ്യത്യാസമില്ലാതെ BJP ഒഴികെയുള്ള എല്ലാ MP-മാരും കൂടിയാണ് നിവേദനം ഉൾപ്പെടെ സമർപ്പിച്ചിട്ടുള്ളത്. പാർലമെന്റിൽ ഇത് ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഉന്നയിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ മറുപടികളൊക്കെ പാർലമെന്റിൽ വന്നത്. പിന്നെ ശ്രീ പത്മനാഭനും BJPയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മലയാളികൾ ആരും തീരെ ബുദ്ധിയും വിവേകവും ഇല്ലാത്ത ആളുകളല്ല. ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളും നല്ലവണ്ണം പരിശോധിക്കുന്നവരും കാണുന്നവരും നിരീക്ഷിക്കുന്നവരുമാണ് മലയാളികൾ. പാർലമെന്റിൽ എന്ത് നടക്കുന്നു, പാർലമെന്റിൽ നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ഇപ്പോൾ ചേരുന്നത്? അദാനിയെ സംരക്ഷിക്കാൻ വേണ്ടി ചേരുന്ന ഒരു പാർലമെന്റ് അകത്ത് നിന്ന് വർത്തമാനം പറയുകയാണ്. എങ്ങനെ അദ്ദേഹം പറഞ്ഞു? പാർലമെന്റിൽ രാജിവെച്ചു പോട്, പാർലമെന്റിൽ രാജിവെച്ച് പോട് എന്നാ പറഞ്ഞു. ഞാൻ എന്താണ് ശ്രീ പത്മനാഭന് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഞാനാണോ രാജിവെക്കേണ്ടത്? ഹാഷ്മിയാണോ രാജിവെക്കേണ്ടത്? അല്ല വയനാട്ടിൽ ദുരന്തം അനുഭവിച്ച സുബൈറാണോ ഇപ്പോൾ ഈ ചർച്ചയിൽ നിന്ന് രാജിവെക്കേണ്ടത്? താങ്കൾക്ക് സമനില തെറ്റിയോ എന്ന് സ്വയം പരിശോധിക്കുക. BJPക്ക് ആകെ സമനില തെറ്റിയിട്ടുണ്ട്. ആ സമനില തെറ്റിയതിന്റെ പ്രതീകമാണ് ഈ ചർച്ചയിൽ നിങ്ങൾ. ഹാഷ്മി അദ്ദേഹം എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആരാണ് രാജിവെക്കേണ്ടത്? ഒരു മിനിറ്റ് പത്മൻ സാർ. ഹലോ, ഈ പത്മനാഭൻ സാർ പറഞ്ഞ പോലെ നിങ്ങൾ ഒരുപാട് കഥകൾ പറഞ്ഞ് രാഷ്ട്രീയപരമായിട്ട് ചർച്ച ചെയ്യാൻ നിൽക്കാനല്ല നമ്മൾ ഈ ചാനലിൽ വന്നിട്ടുള്ളത്. നിങ്ങൾ പറയുന്നത് ഒരു ദുരന്തത്തെ കുറിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് സംസാരിക്കണം. മറ്റേ നമ്മൾ പറഞ്ഞ നാസിം സാർ പറഞ്ഞ പോലെ തമിഴ്നാട്ടിൽ ഇപ്പോൾ ചുഴലിക്കാറ്റ് വന്നു, ഒരു 19 കോടി രൂപ ഓക്കെ ആയി. എന്തുകൊണ്ട് കേരളത്തിൽ ഇതുപോലെ ചെയ്യാൻ പറ്റിയിട്ടില്ല? ശരിയല്ലേ? സാർ പറയുന്നത് മറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇത്ര MP-മാരുണ്ട്, ഇത്ര അതെ 19 MP-മാരുണ്ട്. ഏത് രാഷ്ട്രീയക്കാരായിട്ട്? ഒരു MP നിങ്ങളുടെന്ന് പറഞ്ഞു. ഇത് നിങ്ങൾ MP അല്ല, ഞങ്ങൾ കൂടി MP ആണ്. അത് മനസ്സിലാക്കണം. കാരണം കേരളത്തിൽ നിന്ന് ഒരു MP ജയിച്ചുകൊണ്ട് നിങ്ങളെ പാർട്ടി MP ആയിട്ടല്ല ഞങ്ങൾ കാണുന്നത്, ഞങ്ങളും കൂടി MP ആയിട്ടാണ് കാണുന്നത്. കാരണം 20 MP-യും ഞങ്ങൾ തന്നെയാണ്. മനസ്സിലായില്ലേ? പിന്നെ നിങ്ങൾ പറയുന്നത് ചാനൽ ചർച്ചയിൽ വന്നിട്ട് ഇപ്പോൾ കേരളത്തെ കുറിച്ചിട്ട് ഒന്നും പറയുന്നില്ല. ഈ വയനാട്ടിൽ ഇത് സംഭവിച്ചു, ഇതിന് 1 കോടി രൂപയോ ഒന്നും നിങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾ പറയുന്നത് രാജിവെച്ചിപ്പോ ഈ അല്ല, ആസിം സാർ ചോദിച്ചതിന്റെ മറുപടിയാണ് നിങ്ങൾ പറയേണ്ടത്. അല്ലാതെ നിങ്ങൾ രാഷ്ട്രീയ ചർച്ചയാണ് ഇതിലേക്ക് കൊണ്ടുവരുന്നത്. സാധാരണ ഒരു ദുരന്തത്തിൽപ്പെട്ട പത്മൻ സാറേ നിങ്ങളെ മക്കളാണോ? അല്ല, ഒരു മിനിറ്റ് പത്മൻ സാർ, ഒരു മിനിറ്റ് പത്മൻ സാറേ, ഒരു മിനിറ്റ്. പാർലമെന്റ് അല്ല, നിങ്ങൾ ഒരു ഞാൻ അല്ല പത്മൻ സാറേ, നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ മിണ്ടാതിരുന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങളുടെ മക്കളിൽ ആരെങ്കിലും ആണോ ഈ മണ്ണിനടിയിൽ കിടക്കുന്നത്? സാർ ഇതിന്റെ ഉത്തരം സാറ് പറഞ്ഞോളൂ. എന്നിട്ട് നിങ്ങൾ സംസാരിക്കും, ബാക്കി സംസാരിക്കും. 44 പേര് നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? ചൂരൽമല ദുരന്തത്തിന്റെ അകത്ത് കിടക്കുന്ന മണ്ണിനടി കിടക്കുന്ന 44 പേരുണ്ട്. മറുപടി ഇല്ലെങ്കിൽ വായി തോന്നുന്നു പറയല്ലേ. ഞാൻ താങ്കൾക്ക് തുടക്കത്തിൽ മതിയായ സമയം തന്നതാണ്. താങ്കൾക്ക് അതിന് മറുപടി ഇല്ല, താങ്കൾ എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ അതിലേക്ക് എത്തും. ആയിക്കോട്ടെ ശരി, അബിൻ വർക്കി
ശരി, ആയിക്കോട്ടെ. ഹാഷ്മി രാഷ്ട്രീയം പറഞ്ഞതാണ് പ്രശ്നം ഉണ്ടായത്. ഞാൻ ഓക്കെ ഓക്കെ പറഞ്ഞുതരാം. ഓക്കെ ശരി ശരി സുധീരൻ ആയിക്കോട്ടെ മറുപടി ആയിക്കോട്ടെ ഞാൻ ആയിക്കോട്ടെ പറയാം. ആയിക്കോട്ടെ 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 ഓക്കെ രണ്ട് അബിൻ വർക്കി തവണയായി അബിൻ വർക്കി ഇവിടെ എം എച്ച് യുടെ വാർത്താക്കുറിപ്പ് പറഞ്ഞിട്ടുണ്ട്. അബിൻ വർക്കി ഞാൻ പറയട്ടെ. അല്ല ഞാൻ അങ്ങനെയൊക്കെ എത്താം. ഞാൻ താങ്കൾക്ക് തുടക്കത്തിലെ മറുപടിക്ക് വേണ്ടി ഞാൻ താങ്കളോട് ആവർത്തിച്ച് ചോദിച്ചു, കുറെ അധികം സമയം ചോദിച്ചു, അങ്ങനെ മറുപടി ഇല്ല, അങ്ങ് എന്തൊക്കെയാ പറഞ്ഞു ഞാൻ മാറിപ്പോയതല്ലേ. ഞാൻ എത്താം, ഞാൻ അങ്ങനെയൊക്കെ എത്താം. അബിൻ വർക്കി ഇവിടെ എം എച്ച് യുടെ വാർത്താക്കുറിപ്പുണ്ട്. അതിൽ പറയുന്നു, മോഡി ഗവൺമെന്റ് സ്റ്റാൻഡ് ഷോൾഡർ ടു ഷോൾഡർ വിത്ത് ദ സ്റ്റേറ്റ്സ് അഫക്റ്റഡ് ബൈ ദ നാച്ചുറൽ കലാമിറ്റീസ് ഇൻ മിറ്റിഗേറ്റിംഗ് ദ ഹാർഡ്ഷിപ്പ് ഫേസ്ഡ് ബൈ ദെയർ പീപ്പിൾ. ആ ദെയർ പീപ്പിൾ തമിഴ്നാട് മതിയോ? ആ ദെയർ പീപ്പിൾ ത്രിപുര മതിയോ? ആ ദെയർ പീപ്പിൾ എന്തുകൊണ്ടാണ് കേരളം ഉണ്ടാവാത്തത്? അബിൻ വർക്കി, എന്തുകൊണ്ടാണ് വയനാട് ഉണ്ടാവാത്തത്? എന്തുകൊണ്ടാണ് സുബൈർമാൻ ഉണ്ടാവാത്തത്? 145 കോടി രൂപ രണ്ട് തവണയായിട്ട് കൊടുത്തത് ആർക്കാ? നിർത്തൂ. അതൊക്കെ SDR പതുക്കെ ഇവിടെ നിൽക്കട്ടെ, അതൊക്കെ ഒരുപാട് ചർച്ച ചെയ്യാം നമ്മൾ. ഞാൻ അങ്ങനെയൊക്കെ എത്താം. അബിന് പറഞ്ഞു പൂർത്തിയാകട്ടെ. അബിനൊന്ന് പറയട്ടെ. ഓഗസ്റ്റ് 30 30 കൊടുത്ത അബിനൊന്ന് പറയട്ടെ. ഞാൻ അങ്ങനെയൊക്കെ എത്തും. നമുക്ക് ഇതിനകത്ത് രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് വയനാട് ദുരന്തത്തെ കാണേണ്ടതുണ്ട്. ആ വയനാട് ദുരന്തത്തെ കാണേണ്ടതുള്ളത് കൊണ്ട് തന്നെയാണ് ശ്രീ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ അവർ സത്യപ്രതിജ്ഞ ചെയ്തതിൻ്റെ 4-ാം ദിവസം തന്നെ വയനാട് ലാൻഡ് സ്ലൈഡുമായി ബന്ധപ്പെട്ട അടിയന്തര സഹായം, അത് കേരളം സമർപ്പിച്ച കണക്കും അതെല്ലാം കൂടി ചേർത്തുകൊണ്ട് അടിയന്തരമായ ധനസഹായം കേരളത്തിന് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇല്ലാതെ BJPയുടെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ ശ്രീ അമിത് ഷാനെ കാണാനിടയായത്. അതിൽ രാഷ്ട്രീയമില്ല. കാരണം നമ്മുടെ ഒക്കെ മുമ്പിൽ വയനാട് എന്ന് പറയുന്ന വലിയ ദുരന്തം മാത്രമാണുള്ളത്. ഇപ്പോൾ ഇതുവരെയുള്ള സ്റ്റാറ്റസ് എടുത്തിട്ടുണ്ടെങ്കിൽ വയനാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾക്ക് ലഭിക്കേണ്ട അടിയന്തര ധനസഹായം ലഭിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഈ ചുഴലിക്കാറ്റൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് തമിഴ്നാടിന് അടിയന്തര ധനസഹായം നൽകേണ്ടതാണ്. അതിനകത്ത് നമുക്കൊന്നും ഒരു സംശയമില്ല, അത് നൽകേണ്ട തുക തന്നെയാണ്. അവർ അതിനകത്ത് ഡിസർവിങ്ങുമാണ്. പക്ഷേ ആ സഹായം എന്തുകൊണ്ട് കേരളത്തിന് ലഭിച്ചില്ല എന്നുള്ളൊരു ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ്. ഈ രാജ്യത്തെ തന്നെ മറ്റ് പല സംസ്ഥാനങ്ങൾക്കും ആ തുക കൊടുത്തപ്പോൾ വയനാടിനത് കൊടുത്തില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇന്നിപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രിയങ്ക ഗാന്ധിക്കുള്ള മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത് കേരള സർക്കാർ കൊടുത്തിരിക്കുന്ന എസ്റ്റിമേറ്റ്, അതായത് ഈ PDNA പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റിൻ്റെ റിപ്പോർട്ട്, അത് വൈകിയത് കാരണമാണ് ഈ തുക അനുവദിക്കാനുള്ള സമയം ഇത്രയും വൈകിയത് എന്നുള്ളതാണ്. നമുക്കിവിടെ പറയാനുള്ളത് 4 മാസം കഴിഞ്ഞു വയനാട് ദുരന്തം നടന്നിട്ട്. ഈ 4 മാസം കഴിയുമ്പോഴുള്ള വയനാടിൻ്റെ സ്റ്റാറ്റസ് എന്താണ്? നമുക്ക് ഒരു രാഷ്ട്രീയ തർക്കമായിട്ട് പലതും ഉന്നയിക്കാം. ഇപ്പോൾ ഫണ്ട് ലഭിക്കാത്തതിനെ പറ്റി നമുക്ക് പല തർക്കങ്ങളും വയനാടുമൊക്കെയായി ബന്ധപ്പെട്ട് നമുക്ക് സ്വീകരിക്കാം. എന്താണ് ഈ 4 മാസം കഴിയുമ്പോൾ വയനാടിൻ്റെ അവസ്ഥ എന്ന് നമ്മളൊക്കെ ഇരുത്തി ചിന്തിക്കേണ്ടതാണ്. ഒന്ന്, നമ്മളവിടെ ഒരു റീകൺസ്ട്രക്ഷൻ, അതായത് വയനാട് റീബിൽഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മളെല്ലാവരും പലരും സ്പോൺസർഷിപ്പായി നമ്മളവിടെ വീടുകൾ നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞു. ഇപ്പോൾ യുവജന സംഘടന എന്നുള്ള നിലയിൽ യൂത്ത് കോൺഗ്രസും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയോ, സംസ്ഥാന സർക്കാർ കണ്ടെത്തിയ 2 ഭൂമിയും ആ 2 ഭൂമിയിന്മേൽ കേസ് വന്ന് അത് ബത്തേരി കോടതിയിൽ കിടക്കുകയാണ്. ഇനി അത് റിലീസ് ചെയ്ത് കിട്ടണമെങ്കിൽ ആ കേസ് തീർന്ന് എത്ര നാൾ എടുക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2, അവിടെ ഒരു സ്റ്റാറ്റസ്, അതായത് 45 പേരുടെ DNA ടെസ്റ്റുകൾ അടങ്ങിയ റിപ്പോർട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നപ്പോൾ ഈ വയനാടിനെ പറ്റി നമുക്കൊരു സ്റ്റാറ്റസ് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഞാനിത് ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. നമുക്ക് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളും പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഞങ്ങളും MP എന്നുള്ള നിലയിൽ ഞങ്ങളുടെ MPയും ഒക്കെ ചേർന്ന്, മാധ്യമപ്രവർത്തകരും ഒക്കെ ചേർന്ന് നടത്തേണ്ട ഒരു റീബിൽഡിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതിനകത്ത് കേന്ദ്ര സർക്കാർ അവരുടെ ഫണ്ടുകൾ എത്രയും വേഗം നമുക്ക് നൽകേണ്ടതുണ്ട്. ആ എത്രയും വേഗം നൽകണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കവിടെ ഇപ്പോൾ വയനാട്ടിലെ ഏറ്റവും ലേറ്റസ്റ്റ് ഉണ്ടായിരിക്കുന്നത്, ഹാഷ്മി നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം, വാടക വീടുകളിൽ കിടക്കുന്ന ആളുകൾക്ക് വാടക കൃത്യമായിട്ട് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ഏറ്റവും ഗുരുതരമായ പ്രശ്നം അവിടെ വന്നിരിക്കുകയാണ്. ഇനി 3, അവിടെ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്കറിയാം, അവിടെ ലങ്സിൽ ചെളി പറ്റിയ ആളുകൾ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ള എത്ര ആളുകളുണ്ടെന്ന് നമുക്കിപ്പോഴും അറിയില്ല. പലരും അടിയന്തരമായി തുടർ ചികിത്സ വേണ്ടവരാണ്. ആ തുടർ ചികിത്സ വേണ്ടവരാരൊക്കെയാണ് എന്ന് കണ്ടെത്താൻ നമുക്ക് ഇതേവരെ സാധിച്ചിട്ടില്ല. ഇത് ഏറ്റവും ചുരുങ്ങിയ ഒരൊറ്റ കാര്യം ഞാൻ പറയാം. അവിടെ 3 ഓഫീസുകളാണ് റവന്യൂ വകുപ്പിന് വയനാടുള്ളത്. 1 കൽപ്പറ്റയിലെ കളക്ടറേറ്റ് ഓഫീസ്, 2 ചൂരൽമലയിലെ വില്ലേജ് ഓഫീസ്, 3 വൈത്തിരിയിലെ താലൂക്ക് ഓഫീസ്. നിങ്ങൾക്കറിയാം, ഒരു സെൻട്രലൈസ്ഡ് ഓഫീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് ഒരു വ്യക്തി ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട ഒരു കത്ത് കൊടുക്കാൻ ചിലപ്പോൾ കൽപ്പറ്റയിൽ പോയാൽ കൽപ്പറ്റയിൽ ചെല്ലുമ്പോഴായിരിക്കും അറിയണത് വില്ലേജ് ഓഫീസിൽ നിന്ന് ലെറ്റർ വേണമെന്ന്. തിരിച്ച് 30 കിലോമീറ്റർ യാത്ര ചെയ്ത് ചൂരൽമലയിൽ വേണം, ഇല്ലെങ്കിൽ 30 കിലോമീറ്റർ യാത്ര ചെയ്ത് വൈത്തിരിയിൽ ചെല്ലണം. നമുക്കൊരു സെൻട്രലൈസ്ഡ് ഓഫീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നോഡൽ ഓഫീസറെയും കുറച്ച് ഉദ്യോഗസ്ഥരെയും നിയമിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഓഫീസ് ഇതുവരെ തുടങ്ങാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ
കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടേണ്ട തുക അടിയന്തരമായി കിട്ടേണ്ടതുണ്ട്. അതിൽ അനാസ്ഥയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് എന്നുള്ളത് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളൊരു ദേശീയ ദുരന്തമായി ഇതിനെ പ്രഖ്യാപിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ തന്നെ ഒരു ജില്ലാ ദുരന്തം എന്നുള്ള പരിഗണനയെങ്കിലും കൊടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാരും ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യണം. ഞാൻ അതിനകത്ത് രാഷ്ട്രീയമായി സംസ്ഥാന സർക്കാരിനെ വിമർശിക്കില്ല, അവർക്ക് പല സ്ട്രഗിളും ഉണ്ടായിരുന്നിരിക്കാം ഇതിനിടയിൽ. പക്ഷേ ഈ 4 മാസം കഴിഞ്ഞ ഈ ദിനത്തിലും വയനാടിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നൂറുകണക്കിന് ആളുകൾ ഇന്നും മണ്ണിനടിയിൽ ഉണ്ട് എന്ന് വയനാടുകാർ വിശ്വസിക്കുമ്പോൾ സുബൈറിനെ പോലുള്ള ദുരന്ത ബാധിതർ ഈ വയനാട് ദുരന്തത്തിന്റെ ദുരന്തം അനുഭവിച്ചുകൊണ്ട് ഇന്നും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ മുമ്പിൽ കൈ നീട്ടിക്കൊണ്ട് ഈ ചാനൽ മുറിയിൽ ഇരിക്കേണ്ട ഗതികേട് വരുമ്പോൾ നമ്മളിവിടെ രാഷ്ട്രീയം സംസാരിക്കരുത് എന്ന് ആത്മാർത്ഥമായി ഞാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പാർലമെന്റിൽ ഉന്നയിക്കാത്തതാണ് പ്രശ്നമെങ്കിൽ രാഹുൽ ഗാന്ധി 2 or 3 ചോദ്യങ്ങൾ പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഇനി പാർലമെന്റിലല്ല, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കേരളത്തിലെ MP-മാരെല്ലാം ചെന്ന് വ്യക്തിപരമായി കാണുകയാണ്. എന്തിനാണ്? ഈ വിഷയം ഉന്നയിക്കാൻ വേണ്ടി പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ. അപ്പോൾ ഇതൊരു ഡെലിഗേഷൻ ഉണ്ടായിട്ടില്ല, ചോദ്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നങ്ങൾ. അത് നിരവധി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് BJP-കാർ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അടിയന്തരമായി നമുക്കൊക്കെ ചേർന്ന് നിന്ന് ഇപ്പോൾ ശ്രീപത്മനാഭൻ പറഞ്ഞതുപോലെ സുരേഷ് ഗോപി എന്ന് പറയുന്ന MP-യെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. കാരണം എന്താ? അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട MP-യാണ്, അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. ഈ കേന്ദ്രമന്ത്രിക്ക് ഇവിടെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനകത്ത് എന്താ സംശയമുള്ളത്? നമ്മൾ ആരെങ്കിലും എതിരിടുന്നുണ്ടോ? അപ്പൊ അദ്ദേഹത്തെ എന്തിനാണ് മാറ്റി നിർത്തുന്നത്? അദ്ദേഹം വേറെ ഒരു ഗ്രഹത്തിലെ ജീവിയൊന്നുമല്ലല്ലോ. കേരള സംസ്ഥാനത്തെ ഒരു വോട്ടറും കേരളത്തിലെ തൃശ്ശൂരിൽ നിന്നുള്ള ഒരു പാർലമെന്റ് അംഗവും നമ്മുടെയൊക്കെ ഒരു മന്ത്രിയുമല്ലേ. അപ്പൊ ആ മന്ത്രിയും ഉൾപ്പെടെ വയനാടിന് കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭേദമന്യേ പ്രിയങ്ക ഗാന്ധിയുടെ ഒക്കെ നേതൃത്വത്തിൽ നമുക്ക് കൃത്യമായ റീബിൽഡ് വയനാട് എന്ന പ്രൊജക്റ്റിലേക്ക് കടന്നു പോകേണ്ടതുണ്ട്. പക്ഷേ അതിന് കേരള സംസ്ഥാന സർക്കാരുകൾ കേരള സർക്കാരുകൾ കുറച്ചുകൂടി ഒരു മുന്നോട്ട് പോകൽ നടത്തേണ്ടതുണ്ട്. ശരി, ഉറപ്പായും. പക്ഷേ ഉണ്ടാവാം സംസ്ഥാന സർക്കാർ അവിടെ ചെയ്യുന്നതിൽ ചില പോരായ്മകൾ, അപര്യാപ്തതകൾ ഉണ്ടാവാം. ഈ സ്ഥലം നമ്മൾ കണ്ടുവച്ച 2 സ്ഥലം പോലും വ്യവഹാരക്കുരുക്കിൽ പോകുന്നതിലും ചോദ്യങ്ങളുണ്ട്. പക്ഷേ നമുക്ക് കിട്ടാനുള്ള ഗണ്യമായ തുക കിട്ടിയാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകൂ അബിൻ. അപ്പോൾ ഉറപ്പായും നമുക്ക് സംസ്ഥാനത്തിന്റെ അപര്യാപ്തത ചൂണ്ടിക്കാണിക്കുന്നതിനൊപ്പം കുറച്ചുകൂടി ശക്തമായി കേന്ദ്ര ഫണ്ട് കിട്ടിയാൽ മതിയാവും. എന്റെ ആദ്യത്തെ ആവശ്യം 2221 കോടി രൂപ കോടി രൂപ അത് കേരളം ആവശ്യപ്പെട്ടത് ലഭിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ ആവശ്യം. അത് പ്രിയങ്ക ഗാന്ധി ഇത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ നേരിട്ട് കണ്ടത്. അതിന് കൊടുത്ത മറുപടിയെക്കുറിച്ചാണ് പാർലമെന്റിൽ ശ്രീ വി പി പറഞ്ഞത്. ശ്രീ വി പി ശ്രീധരൻ, താങ്കൾക്ക് പാർലമെന്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ CPI-യുടെ MP സന്തോഷ് കുമാർ അടക്കം ഒട്ടുമിക്ക എല്ലാവരും അടിയന്തര പ്രമേയമായിട്ടൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം അടിയന്തര പ്രമേയ നോട്ടീസുകൾ. പോട്ടെ, അങ്ങേക്ക് അറിയാത്തതല്ലോ അത്. ശ്രീ വി പി, താങ്കൾ പറഞ്ഞത് പ്രിയങ്ക ഗാന്ധിക്കുള്ള മറുപടിയിൽ എല്ലാം വിശദമായി പറഞ്ഞു എന്നുള്ളതാണ്. അതിൽ പറയുന്ന ഏറ്റവും കാതലായ കാര്യം എന്ന് പറഞ്ഞാൽ കൊടുക്കാതിരിക്കാനുള്ള കാരണമായി പറഞ്ഞ ഏറ്റവും കാതലായ കാര്യം ഇതാണ്. എന്താണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാസ് inordinately delayed in complying with the assurance of Honorable Prime Minister Shri Narendra Modi and has not sent any assessment memo even after 3.5 months of the incident. നേരത്തെ അബിൻ വർക്കി പറഞ്ഞ PDN പറ്റിയാണ്. PDN പറഞ്ഞാൽ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് എന്ന് പറയുന്നതാണ്. ശ്രീ VP ശ്രീധരൻ, താങ്കൾ ഞാൻ കള്ളം പറയുമെന്ന് ഈ ചർച്ചയിൽ പറഞ്ഞ് മനസ്സിലാക്കാം. MHA ഇങ്ങനെ വ്യാജം പറയാമോ? PDN എന്ന് പറയുന്നത് ഈ പറഞ്ഞ 3-4 മാസം കഴിയാതെ പൂർത്തിയാക്കിയ ഒറ്റ സംസ്ഥാനം കാണിച്ചു തരാമോ? ഈ PDN എന്ന് പറയുന്ന ഈ ശാസ്ത്രീയ വിശകലന രീതി ആദ്യം ചെയ്തത് കേരളമാണ് എന്നാണ് 2018. അന്ന് 4 മാസം എടുത്തു. സിക്കിമിൽ എന്നാണ് ഈ ദുരന്തമുണ്ടാകുന്ന 4 ഒക്ടോബറിൽ 2023. PDN തുടങ്ങിയത് 7 ഡിസംബറിൽ. PDN കഴിഞ്ഞ് പൂർത്തിയാക്കിയത് 24 ജൂൺ 2024. 4 മാസം. ജോഷിമഡിൽ ജനുവരി 2023 സംഭവം ഉണ്ടായി. ഈ പറയുന്ന രീതിയിൽ വിശകലനം നടത്തി സബ്മിറ്റ് ചെയ്തെന്നാണ് സെപ്റ്റംബർ 2023. ഹിമാചൽ പ്രദേശിൽ ദുരന്തമുണ്ടാവുന്ന ജൂലൈ 2023. ഈ പറയുന്ന പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് എന്ന് പറയുന്ന നിങ്ങൾ ഈ 3 മാസം വൈകി എന്ന് വ്യാജം പറയുന്ന ഇത് സമർപ്പിച്ചെന്നാണ് ഡിസംബർ 2023. PDN വൈകി എന്ന് പറയുന്നത് വ്യാജമല്ലേ, കാപട്യമല്ലേ ശ്രീ പത്മനാഭൻ? അത് പൈസ തരാതിരിക്കാനുള്ള ലൂപ്പ് ഹോൾ ഉണ്ടാക്കലല്ലേ? ഈ ചർച്ചയിൽ ഏറ്റവും മോശമായ രീതിയിൽ തനി രാഷ്ട്രീയം പറയുന്നത് ആങ്കറാണ്. സജീഷ് മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. അയാൾ BJP വിമർശിക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലാവും. അബിൻ വർക്കി ഞാൻ പ്രതീക്ഷിച്ചതിലൊക്കെ വളരെ വളരെ മാന്യമായിട്ടാണ് ഈ വിഷയം അവതരിപ്പിച്ചത്. പക്ഷെ നിലവാരം കുറഞ്ഞ രീതിയിൽ തറ രാഷ്ട്രീയക്കാരനെ പോലെ സംസാരിക്കുകയാണ് ആങ്കർ. അത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ മറുപടി പറയാം. കേന്ദ്ര സർക്കാർ 2 തവണയായി 145.63 കോടി ജൂലൈ 31-നും
ഒക്ടോബർ 31 കൊടുത്തു 290 കോടി രൂപ. സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ കേന്ദ്രം കൊടുത്ത SDRF ഫണ്ട് 384 കോടി രൂപ വേറെയുണ്ട്. ഈ പൈസ മൊത്തം സ്റ്റേറ്റ് ഫണ്ട് അടക്കം 782 കോടി രൂപയുണ്ട്. കേന്ദ്രം സംസ്ഥാനത്തോട് ആ SDRF ഫണ്ടിൽ നിന്നും പകുതി പൈസ വയനാടിന് വേണ്ടി ചെലവഴിച്ചോളാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. ഇത് പോരാഞ്ഞിട്ടാണ് ഈ PDNA റിപ്പോർട്ട് നവംബറിൽ കൊടുത്തതിന് ശേഷം, നവംബർ മാസം 13-ാം തീയതി ചേലക്കര തെരഞ്ഞെടുപ്പിന് അന്ന് കൊടുത്തതിന് ശേഷം 153 കോടി രൂപ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ ഇന്നത്തെ കത്തിൽ മറുപടിയിൽ പറഞ്ഞത് ഇവരുടെ PDNA റിപ്പോർട്ട് കിട്ടിയത് 13-നാണ്. ഇത് പരിശോധിച്ച് മന്ത്രിതല സമിതി പരിശോധിച്ച് ഉടൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പോരാണ്ട് NDA ഗവൺമെന്റുകൾ 60 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, 700 ചില്ലാനം കോടി രൂപ കേന്ദ്രം കൊടുത്തത് സംസ്ഥാനത്തിന്റെ കയ്യിലുണ്ട്. അതിൽ പകുതി എടുത്ത് ചെലവഴിച്ചോളാൻ കേന്ദ്രം പറഞ്ഞിട്ടുണ്ട്. അത് കൂടാണ്ട് NDA ഗവൺമെന്റ് കൊടുത്തത്, മറ്റുള്ളവർ കൊടുത്തത് എല്ലാം ചേർന്ന പൈസയുണ്ട്. ഇത് ചെലവഴിക്കാൻ എന്താ തടസ്സം? ഈ ആളുകൾക്കൊക്കെ വാടക വീട് ഏർപ്പാടാക്കി കൊടുക്കാനും ദിവസത്തിൽ ചെലവിന് പൈസ കൊടുക്കാനും ഇത് പോരാ. ഇത് ചെലവാക്കിയതിന് ശേഷം ഞങ്ങൾക്ക് ഇനിയും വേണം, ഞങ്ങളെ കൈവശമുള്ള ഫണ്ട് തീർന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, പുത്തുമലയിൽ എന്താ സ്ഥിതി? പുത്തുമലയിലേക്ക് പോകാം. താങ്കൾ ഈ പറഞ്ഞ SDRFന്റെ തുകയൊന്നും തമിഴ്നാട്ടിന്റെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്നില്ലേ? ഇല്ല. നിങ്ങൾക്കത് നിങ്ങൾ രാഷ്ട്രീയം പറയാനാ ശ്രമിക്കുന്നത്. ഞാൻ തുടക്കം മുതൽ ചോദിക്കുന്ന ചോദ്യം അങ്ങേക്ക് മറുപടി ഇല്ലാത്ത കാരണം അങ്ങ് എനിക്ക് മേൽ മൂന്നാംകിട രാഷ്ട്രീയം ആരോപിക്കുകയാണ്. ഇപ്പോഴും ഞാൻ ചോദിക്കുകയാണ്, കേന്ദ്ര സംഘം എത്തി തമിഴ്നാട് 900 കോടി അനുവദിക്കാമെങ്കിൽ കേരളത്തിന് അടിയന്തര സഹായം നൽകാൻ കഴിയാത്തത് എന്താണ് ശ്രീപത്മനാഭൻ? അത് ചോദ്യമാണ്. അങ്ങേക്ക് മറുപടി ഇല്ലെങ്കിൽ അങ്ങ് എന്നെ എന്ത് വായി തോന്നുന്ന വൃത്തിയോട് പറഞ്ഞാലും അതിന് ഉത്തരവില്ലെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. അധിക്ഷേപിക്കലാണ് നിങ്ങളുടെ പണി. കേന്ദ്ര സർക്കാരിനെ അധിക്ഷേപിക്കലാണ് നിങ്ങളുടെ പണി. സതീഷ് ചെയ്യുന്നില്ല, അഭിൻവർക്ക് ചെയ്യുന്നില്ല. നിങ്ങളാണ് കേന്ദ്ര സർക്കാരിനെ അധിക്ഷേപിക്കുന്നത്. അതിനായിട്ട് ഇന്നിപ്പോ വ്രതം എടുത്ത് വന്നതാ. അത് നടക്കൂല ആഷ്മി ട്ടോ, എന്റെ അടുത്ത് നടക്കൂല. നിങ്ങളുടെ പണിയെടുക്കുക. കോൺഗ്രസ്സുകാരെക്കാട്ടും വലിയ BJP വിരോധമൊന്നും വേണ്ട. അങ്ങ് എത്രമാത്രം എന്നെ വായിൽ തോന്നുന്ന പള്ളും അസഭ്യവും വൃത്തികേടും പറഞ്ഞാലും എന്റെ ചോദ്യം ഉത്തരമില്ലാതെ നിൽപ്പാണ്. ആ ചോദ്യം എന്താണ്? തമിഴ്നാടിൽ ഡിസാസ്റ്റർ ഉണ്ടായി കേന്ദ്ര സംഘം എത്തി ആ ദിവസം 900 ചില്ലുവാനം കോടി അനുവദിക്കാമെങ്കിൽ കേരളത്തിനോട് എന്തിനാണ് ആ പൈസ ഇല്ലാത്തത് എന്ന ചോദ്യം ചോദിക്കാൻ മറുപടിയില്ല. ആ മറുപടി ഇല്ലപ്പോൾ താങ്കൾക്ക് വായിൽ തോന്നുന്ന വൃത്തികേട് 4 തിരിയോടെ പറഞ്ഞു കുഴപ്പമില്ല. എന്നാൽ പോലും അങ്ങേക്ക് മറുപടി ഇല്ലെങ്കിൽ മറുപടി ഇല്ല എന്ന് സമ്മതിക്കുക ശ്രീപത്മനാഭ. ഉത്തരം കേൾക്കാനുള്ള ക്ഷമയില്ല. നിങ്ങൾ കേന്ദ്രം നുണ പറയുന്നു എന്ന് നിങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാർലമെന്റ് ചോദിക്കുക എന്ന് ഞാൻ പറയാൻ കാരണതാ. നിങ്ങൾ കേന്ദ്ര സർക്കാർ നുണ പറയുന്നു എന്ന് പറഞ്ഞു. ഇപ്പോഴും പറയാണ് PDNA എന്ന് പറയുന്ന 4 മാസത്തിനകം പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനവും ഇല്ല. അതിനുള്ള ഉത്തരമാണ് PP ശ്രീപത്മനാഭൻ. PDNA പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് എന്ന് പറയുന്ന നമ്മൾ 2000 ചില്ലുവാനും കോടി ചോദിച്ച ഈ അസസ്മെന്റ്, കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെ വിവിധ സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഈ അസസ്മെന്റ്, ശാസ്ത്രീയ പരിശോധനാ രീതി 4 മാസം കൊണ്ടല്ലാതെ പൂർത്തിയാക്കിയ ഒരൊറ്റ സംസ്ഥാനവും ഇല്ല. അത് കാരണം പണം തരുന്നില്ല എന്ന് പറയുന്നത് വ്യാജമല്ലേ ശ്രീപത്മനാഭൻ? കേന്ദ്രത്തിന് നുണ പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് നിങ്ങൾ കേന്ദ്രം നുണ പറയുന്നു എന്ന് നിങ്ങൾ നുണ പറയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു പാർലമെന്റ് ചോദിക്കാൻ. പാർലമെന്റ് നുണ പറയാൻ പറ്റൂലല്ലോ. പാർലമെന്റ് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, തമിഴ്നാട്ടിൽ SDRF ഫണ്ട് കിടപ്പുണ്ട്. ഈ പറയുന്ന പോലെ തമിഴ്നാട്ടിൽ SDRF ഫണ്ട് കിടപ്പുണ്ട്. താങ്കൾ പറഞ്ഞ 500 കോടി SDRFിൽ കിടക്കുന്ന കാര്യം നമ്മൾ ആദ്യ മെമ്മോറാണ്ടത്തിൽ മറച്ചു വെച്ചിട്ടില്ല. നമ്മൾ പറഞ്ഞു അത് ചെലവാക്കാൻ കഴിയാത്ത കാരണം എന്താണ്? ഞാൻ അങ്ങേക്ക് പറഞ്ഞുതരാം. മാനദണ്ഡ പ്രകാരം ശ്രീപത്മനാഭൻ ഒരാൾക്ക് ഈ അവിടെ ദുരന്തത്തിൽ ഒരു വീട്ടുകാർക്ക് 10 ലക്ഷം രൂപ കൊടുക്കണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ക്ഷമിക്കൂ സാർ, ഒന്ന് ക്ഷമിക്കൂ. അങ്ങനെ പറഞ്ഞ് ചെലവാക്കാൻ പറ്റില്ലെന്നേ മാനദണ്ഡം. സംസ്ഥാനം കേന്ദ്രത്തിന് ഇത് 2ാമത്തെ കത്ത്. മാനദണ്ഡം മാറ്റണമെന്നാ പറയുന്നത്. ഉണ്ട്. കേരളത്തോട് ചിറ്റമ്മ നയം കാണിക്കുന്നുണ്ടോ? ഉണ്ടെന്നാണ് മറുപടി. താങ്കൾ മറുപടി പറ. താങ്കൾ മറുപടി പറ. തമിഴ്നാട്ടിൽ 900 കോടി അനുവദിച്ച് എന്തിനാണ് അങ്ങേക്ക് മറുപടി ഉണ്ടോ? മറുപടി ഇല്ലാത്തതുകൊണ്ടല്ലേ സാറേ അങ്ങ് ഈ പറയുന്ന രീതിയിലുള്ള വികാര വിക്ഷോഭങ്ങൾ കാണിക്കുന്നത്? VP, അങ്ങയുടെ പ്രായത്തിന്റെ പക്വത പോലും ഇല്ലാതെ അങ്ങ് എന്നെ വായിൽ തോന്നിയതൊക്കെ പറയുന്നത് ഈ പറയുന്ന ചോദ്യത്തിന്റെ മറുപടി ഇല്ലാത്തതുകൊണ്ടല്ലേ VP?
സജീഷോ അബിൻ വർക്കിയോ അല്ല, ഹാഷ്മി കേന്ദ്രത്തെ പറ്റി പറയുന്ന നുണകൾ ഏതെങ്കിലും ഒരു എംപിയോട് പറഞ്ഞു പാർലമെന്റ് ചോദിക്കാനാണ് അങ്ങോട്ട് ചോദിക്കണോ? സജീഷോ പാർലമെന്റ് ചോദിക്കാനാണ് BJP പ്രതിനിധിയെ ചർച്ചയിലേക്ക് വിളിക്കണോ? വേണ്ടല്ലോ. ഹാഷ്മി പറയുന്ന നുണകൾ എന്റെ പൊന്നു VP ശ്രീപത്മനാഭ, എന്റെ പൊന്നു VP ശ്രീപത്മനാഭ, താങ്കൾ നിലവിട്ട്, താങ്കൾക്ക് പ്രായത്തിന്റെ പക്വത വിട്ട്, ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ പ്രതിനിധിയാണ് എന്നത് വിട്ട്, വ്യക്തിപരമായി എന്നെ എത്രത്തോളം കരിവാരിത്തേക്കാൻ നോക്കിയാലും അധിക്ഷേപിച്ചാലും ഇനി 4 തെറിവാക്ക് പറഞ്ഞാലും ശ്രീപത്മനാഭ, എന്റെ ചോദ്യം അവിടെ നിൽപ്പാണ്. തമിഴ്നാട്ടിൽ ആ ദിവസം പോയി കേന്ദ്രത്തിന് 900 കോടി കൊടുക്കാമെങ്കിൽ പ്രധാനമന്ത്രി വന്ന് കണ്ട ദുരന്തത്തിൽ 5 പൈസ തരാത്തത് എന്താണ് എന്ന് ചോദ്യത്തിനെങ്കിൽ മറുപടിയില്ല. അതുകൊണ്ട് അങ്ങേക്ക് പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റൂ. അതുകൊണ്ട് അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റൂ. അങ്ങയുടെ കുറ്റമല്ല, അങ്ങ് പാവ. 2005 പാസാക്കിയ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് നിയമം ഞങ്ങൾ കൊണ്ടുവന്നതല്ല. 2005 നിയമം ഞങ്ങൾ കൊണ്ടുവന്നതല്ല, UPA സർക്കാർ കൊണ്ടുവന്നതാ കേട്ടോ. UPA സർക്കാർ കൊണ്ടുവന്നതാ. ആ നിയമപ്രകാരം രാജ്യത്ത് കാര്യങ്ങൾ നടക്കുള്ളൂ. ഒന്നും കാര്യമില്ല. ശരി, ഓക്കെ. എന്തായാലും ഈ പറയുന്ന രീതിയിൽ SDRFന്റെ ഫണ്ട് എന്ന് പറയുമ്പോൾ ഇവർക്കൊന്നും അറിയാത്തതല്ല. അതിൻ്റെ ഗേറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ സ്ട്രിഞ്ചൻറ്റ് ഗേറ്റ് ലൈനാണ്. അത് എന്ന് പറഞ്ഞാൽ അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ സർദാർ സരോവർ ഡാമിൻ്റെ താഴെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു പൈപ്പ് വെച്ച് ഫിറ്റ് ചെയ്തിട്ട് അത് മൊത്തം കുടിച്ച ഡാം വറ്റിക്കൂ എന്ന് പറയുന്ന മട്ടാണ്. ഈ പറയുന്ന മാനദണ്ഡ പ്രകാരം ആ ദുരന്തബാധകൾക്ക് ഒരു വീട്ടുകൾക്ക് 10 ലക്ഷം രൂപ കൊടുക്കണമെങ്കിൽ 10 ലക്ഷം രൂപ, അയാളുടെ വീട് മൊത്തം പോയിരിക്കണം, അയാളുടെ വീട്ടിൽ മരണമുണ്ടായിരിക്കണം, അയാളുടെ വീട്ടിൽ 2 പേർ ഗുരുതരാവസ്ഥയിൽ കഴിയണം, അയാളുടെ വീട്ടിൽ പശുക്കളുണ്ടെങ്കിൽ 3 പശുക്കളെങ്കിലും ചത്തുപോയിരിക്കണം. ഇത്രത്തോളം ദുരന്തമുണ്ടായവർക്ക് മാത്രം കൊടുക്കാൻ കഴിയുന്ന പരമാവധി തുക എത്രയെന്നറിയോ? 10 ലക്ഷം. അതാണ് ചെലവാക്കാൻ പറയുന്നത്. ശ്രീ സുബൈർ, താങ്കളെ പോലെ വലിയ വേദന അനുഭവിക്കുന്ന ഒരാളിരിക്കുമ്പോൾ ഈ രാഷ്ട്രീയം പറയേണ്ടി വരുന്നില്ലെങ്കിൽ സങ്കടമുണ്ട്. പക്ഷേ രാഷ്ട്രീയം പറഞ്ഞാൽ മതിയാവും, കാരണം ഇത് രാഷ്ട്രീയമാണ് സുബൈർ. കാരണം എന്താണെന്നറിയാവോ? ഇപ്പോൾ നേരത്തെ ശ്രീപത്മനാഭൻ കേരളത്തിന് കൊടുത്ത 145 കോടി കാര്യം പറഞ്ഞില്ലായിരുന്നോ? അതിൻ്റെ കണക്ക് ഞാൻ വായിക്കാം. 2024 മഹാരാഷ്ട്രയ്ക്ക് പ്രളയസഹായം എത്രയാണ്? 1492 കോടി. ആന്ധ്രാപ്രദേശ് എത്രയാണ്? 1036 കോടി. അസമിന് 716 കോടി. ബീഹാറിന് 655 കോടി. ഗുജറാത്തിന് 600 കോടി. പശ്ചിമ ബംഗാളിന് 468 കോടി. ഹിമാചൽ പ്രദേശിന് 189 കോടി. അതിനേക്കാൾ വലിയ സംസ്ഥാനമായ കേരളത്തിന് എത്രയാണെന്നറിയോ? 145 കോടി. ബീഹാറിന് പ്രത്യേക കേന്ദ്ര പരിഗണന എത്രയാണെന്നറിയോ? 11,500 കോടി. ആന്ധ്രാപ്രദേശിന് അടിയന്തര സഹായം എത്രയാണെന്നറിയോ? 3,448 കോടി. ബാക്കി പിന്നാലെ. ഇത്രയും ശതകോടികൾ ഇത്രയും സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാമെങ്കിൽ, ത്രിപുരയ്ക്കും തമിഴ്നാടിനും മാനദണ്ഡമില്ലാതെ പണം കൊടുക്കാമെങ്കിൽ, കേരളത്തോട് വയനാടിനോട് എന്തുകൊണ്ടാണ് ചിറ്റമ്മ നയം എന്ന ചോദ്യം രാഷ്ട്രീയ ചോദ്യമാണെന്ന് ചോദിച്ചേ പറ്റൂ. അതിന് ശ്രീപത്മനാഭൻ എന്നെ എന്ത് തെറിവാക്ക് പറഞ്ഞാലും അങ്ങ് പറഞ്ഞോളൂ സുബൈർ, അങ്ങയുടെ വേദന. എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇത്ര വെച്ച് ഇല്ല പത്മ സാറേ, ഇല്ല, ഞാൻ അനാവശ്യം സാറ് പറയുന്നില്ല. സാറ് പറയുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ കേരളത്തിലെ വയനാട്ടിലേക്ക് എന്തുകൊണ്ട് ഈ ക്യാഷ് എത്തുന്നില്ല? ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും കോടികൾ നമ്മൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും നിങ്ങൾ കൊടുക്കുന്നുണ്ട്. കേരളത്തിലെ വയനാട് ജില്ലയിൽ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ടും അവർക്ക് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നുള്ളതിൻ്റെ ചോദ്യമാണ് സാർ പറയേണ്ടത്. മനസ്സിലായില്ലേ? കാരണം ഇത് എല്ലാവരും അനുഭവിക്കുന്നതാണ്. കേരളത്തിൽ നമ്മൾ എല്ലാവരും ഈ കേരളം എന്ന് പറഞ്ഞത് പിന്നെ ആസിം സാർ ചോദിച്ച പോലെ ഇന്ത്യയിലല്ലേ എന്ന ചോദ്യത്തിന് പത്മനാഭ സാർ ഉത്തരം പറയണം. ഈ തമിഴ്നാട്ടിൽ ഇപ്പൊ അടുത്തൊരു ചുഴലിക്കാറ്റ് ഉണ്ടായിട്ട് 19 എത്ര കോടി നിങ്ങൾ കൊടുത്തത്? ഇന്ന് പോയി കണ്ടു, അപ്പൊ തന്നെ കൊടുത്തു. ഞാൻ പോട്ടെ, സജീഷ് ഇവിടെ കോടതി വീണ്ടും പരിഗണിക്കാൻ പോവല്ലേ? കോടതി പരിഗണിക്കാൻ പോകുമ്പോഴേക്കും ഇവർ ഏറ്റവും ഒടുവിൽ പറയുന്നത് എന്താണ്? മെമ്മോറാണ്ടം ഈ പറയുന്ന സാധനം കൊടുക്കാൻ 4 മാസം വൈകിയെന്നാണ്. സജീഷ് ഒന്നാം തരം വ്യാജമാണെന്ന് കോടതിയിൽ പറയുന്നത് സർക്കാരാണ്. അതിന് കാരണം എന്താണ്? അത് PDNA ആണ്, പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അനാലിസിസ് ആണ്. അത് ആദ്യം ചെയ്തത് കേരളമാണ് 2008-ൽ. 2018-ൽ കർണാടകത്തിലേക്ക് നമ്മുടെ ഇവിടെ നാളെ വിളിച്ചാണ് അവർ നടത്താൻ പോകുന്നത്. നമ്മളാണ് ഈ PDNA-യുടെ വിദഗ്ധർ. വേറൊരു സംസ്ഥാനവും 4 വർഷത്തിൽ കുറഞ്ഞത് സമർപ്പിച്ചിട്ടില്ല. അത് പറയുന്നത് വ്യാജമാണെന്ന് കോടതിയിൽ പറയണ്ടേ? SDRF തുകയെടുത്ത് മുടക്കാൻ പറയുന്നു. ഒരു വീടിന് 1,00,000 രൂപയാണ് ചിലവാക്കാനുള്ള ആകെ അനുമതി. ഈ പറയുന്ന 300 രൂപയും ഈ പറയുന്ന തുകകൾ മാത്രം ചുമത്താനേ പറ്റൂ. അത് സർക്കാരിന് എത്രയാണ്? ഈ പറയുന്ന ആ സർക്കാർ ഹെഡിൽ 2245 എന്നുള്ള അക്കൗണ്ടിൽ, കേന്ദ്രത്തിൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്ന ഫണ്ട് തന്നെയാണ്. അത് ഈ പറഞ്ഞ കേന്ദ്ര ഡെവല്യൂഷന്റെ ഭാഗമായി കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലുള്ള പണം തന്നെയാണ്. അത് ഞങ്ങളെടുത്ത് അമേരിക്ക കൊണ്ട് ഓടില്ല കോടതി എന്ന് പറയേണ്ടത് സർക്കാരാണ്. ശ്രീ സജീഷ്, അടുത്തോടെ കോടതി പരിഗണിക്കുമ്പോൾ തീർച്ചയായും ഹാഷ്മി, ഒരു കാര്യം അതിനു മുമ്പേ ഒരു കാര്യം സൂചിപ്പിക്കാതെ പോകാൻ വേണ്ടി പറ്റില്ല ഈ ചർച്ചയിൽ. ഹാഷ്മിയോടോ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരോടോ ഒക്കെ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകാറുണ്ട്, അതിൽ ശക്തമായി രൂക്ഷമായി പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷേ ശ്രീ പത്മനാഭൻ ഇവിടെ ഒരു വളഞ്ഞ ബുദ്ധി പ്രയോഗിച്ചു. അത്
നിങ്ങളോടുള്ള അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കാൻ വേണ്ടി, മറ്റുള്ളവരെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ മാന്യമായാണ് സംസാരിച്ചത് എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു. പ്രിയപ്പെട്ട ശ്രീ പത്മനാഭ, നിങ്ങളുടെ BJP പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും ഒന്ന് CPIMന്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എന്നെപ്പറ്റി നല്ല വാക്ക് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അപമാനമായി ഞാനത് കരുതും എന്ന് സൂചിപ്പിച്ചു വെക്കുകയാണ്. നിങ്ങളുടെ ഒരു സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണ്ട, ആ സർട്ടിഫിക്കറ്റ് ജീവിതത്തിൽ ഏറ്റവും വലിയ അപമാനമായിരിക്കും. നിങ്ങൾക്ക് ഏറ്റുമുട്ടാണെങ്കിൽ സ്വയം അങ്ങ് ഏറ്റുമുട്ടിയാൽ ആദ്യമേ പറഞ്ഞു വെക്കണം. മുഖ്യമന്ത്രിക്ക് നല്ല അഭിപ്രായം. അല്ല പോട്ടെ, ഞാൻ പിടിക്കണ്ടേ. അല്ല, BJP പ്രതിനിധി എന്നെപ്പറ്റി നല്ലത് പറഞ്ഞാൽ അത് എന്റെ ജീവിതത്തിലെ അപമാനമായി. എനിക്ക് തർക്കമില്ല. നിതിൻ ഗഡ്കരിയെ പറ്റി ജയിക്കാൻ വേണ്ടി അദ്ദേഹം പറയുന്നത് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തോട് എനിക്ക് യാതൊരു വിരോധമില്ല കേട്ടോ. വ്യക്തിപരമായി അദ്ദേഹത്തോട് എനിക്ക് യാതൊരു വിരോധവുമില്ല. അല്ല, ഞാൻ പറയുന്നത് വ്യക്തിപരമായി, വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തോട് യാതൊരു അഭിപ്രായവുമില്ല. പക്ഷേ BJP എന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയം വരുന്ന വഴിയിൽ നിന്ന് ഞങ്ങളെപ്പറ്റി എന്തെങ്കിലും തനിക്ക് ജയിക്കാൻ വേണ്ടി അവർ പ്രയോഗിച്ചാൽ അത് അപമാനമായി കരുതുമെന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതിൽ സമയം പോക്കാനും ഞാനില്ല, അതിവിടെ പറഞ്ഞു വെക്കണം എന്നുള്ളതുകൊണ്ടാണ്. കോൺഗ്രസ് പ്രതിനിധിക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് അദ്ദേഹത്തിന് പറയാം. തമിഴ്നാടിന് SDRFന്റെ ഒരു മാനദണ്ഡവും ഇല്ലാതെയാണ് ഇപ്പോൾ പണം അനുവദിച്ചിരിക്കുന്നത്, എങ്ങനെയും ചെലവഴിക്കാമെന്നാണ്. ഇവിടെ എന്താണ്, ഇവിടെ SDRFിലേക്ക് പണമുണ്ട്. ആ പണം എന്ന് പറയുന്നത് ഒരു ചില്ലിനപ്പുറത്തേക്ക് വെച്ച പണം പോലെയാണ്. അതെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി കഴിയില്ല. അതിൻ്റെ ചില കാര്യങ്ങൾ നേരത്തെ അവതാരകൻ തന്നെ, ഹാഷ്മി തന്നെ സൂചിപ്പിച്ചുകൊണ്ട് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ 1,4 ലക്ഷം രൂപ കൊടുത്താൽ മതിയോ ആയിരക്കണക്കിന് വീട് തകർന്ന ആളുകൾക്ക്? അതിൽ അവസാനിപ്പിക്കേണ്ടതാണോ? അതിൽ അവസാനിപ്പിക്കുകയല്ല. ഇവിടെ എല്ലാവർക്കും മാന്യമായ വീട് നിർമ്മിച്ചു നൽകണം. അതിനുള്ള 1000 വീടുകൾ നിർമ്മിക്കാൻ കഴിയുന്ന 2 ടൗൺഷിപ്പുകളാണ് നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ അബിൻ വർക്കി രാഷ്ട്രീയം പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അന്ധമായ രാഷ്ട്രീയമാണ് ഈ ചർച്ചയിൽ ഒളിച്ചു കടത്താൻ വേണ്ടി ശ്രമിച്ചത്. അത് ശരിയായ രീതിയല്ല. അത് ശ്രീ VD സതീശന്റെ രീതിയാണ്. ആ രീതി ഇവിടെ പ്രയോഗിക്കരുത്. നിങ്ങൾ രാഷ്ട്രീയമാണ് പറഞ്ഞത്, രാഷ്ട്രീയം തന്നെയാണ് പറയുന്ന ഓരോ വാചകത്തിലും എനിക്കും അബിൻ വർക്കിക്കും രാഷ്ട്രീയമുണ്ട്. അബിൻ വർക്കി കേരള സർക്കാരിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി വളഞ്ഞ വഴി പ്രയോഗിക്കുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 1000 ആൾ വീട് നിർമ്മിക്കാൻ പറ്റുന്ന ടൗൺഷിപ്പ് VD സതീശനൊന്ന് കാണിച്ചു തരട്ടെ. അത് കണ്ടെത്തിയപ്പോൾ ആ സ്ഥലം വിട്ടുതരാൻ ഉടമസ്ഥ തയ്യാറാണ്. വിലയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലാണ്. അവർക്ക് ഭൂമി ഏറ്റെടുക്കുമ്പോൾ കൊടുക്കുന്ന പണത്തിന്റെ കാര്യത്തിലാണ് തർക്കം. കേരളത്തിലെ സർക്കാർ എന്താ കോടതിയിൽ പറഞ്ഞത്? അതിനനുസൃതമായ തുക കോടതിയിൽ കെട്ടിവെക്കാം. കോടതി വ്യവഹാരം എന്തുമാകട്ടെ, പൂർണ്ണമായി കൊടുക്കണമെന്നോ അല്ല എത്രയാണ് കൊടുക്കേണ്ടതെന്നോ കോടതി തീരുമാനിക്കട്ടെ. മന്ത്രിസഭാ യോഗം അംഗീകരിച്ചുകൊണ്ടാണ് ഈ ഭൂമി ഏറ്റെടുക്കുന്നത്. തുക കെട്ടിവെച്ചുകൊണ്ട്, അവർ ആവശ്യപ്പെടുന്ന തുക കെട്ടിവെച്ചുകൊണ്ട് തന്നെ ആ പ്രശ്നം പരിഹരിക്കാമെന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിനനുസരിച്ചാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നും കാണേണ്ടതുണ്ട്. പിന്നെ ഇവിടെ PDNA പ്രകാരം ഇവിടെ നവംബർ 13 തന്നെ കേരളത്തിലെ സർക്കാർ കൃത്യമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു തുകയും നൽകുന്നില്ല എന്ന് മാത്രമല്ല, കളവ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം കൂടി, അവിടെയുള്ള സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തെ സംരക്ഷിച്ചു നിർത്തേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണിപ്പോൾ ഒരു വീട്ടിൽ 2 പേർക്ക് 300 രൂപ വെച്ച് ദൈനംദിനം കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ, അങ്ങനെ വന്നാൽ തന്നെ ഏതാണ്ട് ഒരു വീട്ടിൽ 18,000 രൂപയോളം ഒരു മാസം കൊടുക്കുന്നുണ്ട്. ഒരാൾ ഭിന്നശേഷിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശാരീരികമായ പ്രയാസങ്ങളോ അവശതയോ അനുഭവിക്കുന്ന ആളുണ്ടെങ്കിൽ 3 പേർക്ക് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് അത്തരം വീടുകളാണെങ്കിൽ 27,000 രൂപയോളം കൊടുക്കുന്നുണ്ട്. 6,000 രൂപ വീടുകൾക്ക് വാടക കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഒരു 30 ദിവസം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഒരു കാലഘട്ടത്തിലും ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. 638 കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് നശിച്ചുപോയത്. ഒരു മാസത്തിനകം ആ കുട്ടികൾക്ക് തുടർ വിദ്യാഭ്യാസമുള്ള സൗകര്യം കേരളത്തിലല്ലാതെ ഇത്തരം ഒരു ദുരന്തത്തിൽ ഇന്ത്യയിൽ എവിടെയാണ് നടന്നിട്ടുള്ളത്? അതുപോലെ തന്നെ ക്യാമ്പുകളിൽ നിന്ന് ആളുകളെ ഒഴിവാക്കാൻ വേണ്ടി കഴിഞ്ഞു. സംസ്ഥാന സർക്കാർ പറയുന്നില്ല, അതിന്റെ ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ടൗൺഷിപ്പ് ആഷ്മി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ കൂടുതൽ ദീർഘമായി സംസാരിക്കണമെന്ന് കരുതുന്നില്ല. ഇങ്ങനെ സാധ്യമായ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മളുടെ ചെയ്തു പോവുകയും അതോടൊപ്പം തന്നെ കേരളത്തിലെ സർക്കാർ ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു, കേന്ദ്ര സർക്കാർ എന്ത് ചെയ്താലും ശരി, അവർക്ക് ദുഷ്ടതാപരമായ സമീപനം കേരളത്തോടുണ്ട്. അതെങ്ങനെ പ്രയോഗിച്ചാലും ശരി, എന്ത് ശത്രുത പ്രയോഗിച്ചാലും ശരി, മാതൃകാപരമായ, രാജ്യത്തും ലോകത്തിനും മാതൃകയായ രീതിയിലുള്ള
ഒരു പുനർനിർമ്മാണം എങ്ങനെയെന്ന് ഈ കേരളത്തിൽ നമ്മൾ ഓക്കെ. മലയാളികൾ ഓക്കെ, കാണിച്ചു ഓക്കെ, കൊടുക്കും. ഓക്കെ, അതിന് ഓക്കെ, കേരളത്തിലെ ഓക്കെ. സർക്കാർ അതൊക്കെ ഉണ്ടായേ മതിയാവുള്ളൂ. നേതൃത്വം ഈ കൊടുക്കുകയും പറയുന്ന ഇനി ചെയ്യും. എന്ത് പറയട്ടെ, അതിന് ഇനി എല്ലാ എന്ത് സുമനസ്സുകളും എന്ത് ഉണ്ടാകും. അത് ഇനി എന്ത് മാതൃകയായി പേപ്പർ പറഞ്ഞാലും, എന്ത് മാനദണ്ഡം പറഞ്ഞാലും, എന്ത് SDRF പറഞ്ഞാലും, എന്ത് PDNA പറഞ്ഞാലും, അടിയന്തര സഹായം എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ പൂർണ്ണമായ വിവേചനാധികാരമാണ്, ഡിസ്ക്രിപ്ഷനാണ്, MHയുടെ ഡിസ്ക്രിപ്ഷനാണ്. അതിനാവശ്യം ആ വേദന കൊണ്ടുണ്ടാവുന്ന എമ്പതിയാണ്. എമ്പതി എന്ന് പറഞ്ഞാൽ സഹാനുഭൂതിയാണ്. രാഷ്ട്രീയ സഹാനുഭൂതി ഇല്ലായ്മ, അതാണ് ഇതിനൊക്കെ കാരണം. ഷബിൻ വർക്കി, ഞാൻ പ്രസ്താവന വായിക്കാം. ഐ സെഡ് മൈ പാകിസ്ഥാനി ഫ്രണ്ട്സ്, വൈ ഹാവ് സ്ട്രെയിൻഡ് റിലേഷൻസ്, വി ആർ നൈബേഴ്സ്, ഇഫ് വി ഹാഡ് ഗുഡ് റിലേഷൻസ് വി വുഡ് ഹാവ് ഗിവൺ മോർ മണി ദാൻ ദ IMF. ആര് പറഞ്ഞാണെന്നറിയാവോ? രാജ്നാഥ് സിംഗ് പറഞ്ഞതാ. എന്താ പറയുന്നത് അറിയാവോ? പാകിസ്ഥാൻ അവിടെ മുടിഞ്ഞ് മുണ്ടക്കോൽ എടുക്കുമ്പോഴേക്കും, പ്രിയപ്പെട്ട പാകിസ്ഥാനെ, നമ്മൾ തമ്മിലുള്ള സൗഹൃദം നല്ലതായിരുന്നെങ്കിൽ ഞങ്ങൾ തരുമായിരുന്നല്ലോ പൈസ. പാകിസ്ഥാൻ വേണേൽ കൊടുക്കാൻ പൈസയുണ്ട്. നേപ്പാളിന് 700 കോടി, മാൽദീവ്സിന് 400 കോടി, മൗറീഷ്യസിന് 370 കോടി, മ്യാൻമറിന് 250 കോടി, ശ്രീലങ്കയ്ക്ക് 245 കോടി, അഫ്ഗാനിസ്ഥാൻ 200 കോടി, ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് 200 കോടി, ബംഗ്ലാദേശിന് 120, സീഷെൽസിന് 40, ലാറ്റിൻ അമേരിക്കയ്ക്ക് 30. വയനാടിന് മാത്രം വരുമ്പോൾ മാനദണ്ഡം, വയനാടിന് മാത്രം വരുമ്പോഴത്തേക്ക് മെമ്മോറാണ്ടം, വയനാടിന് മാത്രം വരുമ്പോൾ ഈ പറഞ്ഞ SDRF ചട്ടം പുകലെല്ലാം പറയും. രാഷ്ട്രീയ പകയാണ് അബിൻ. തീർച്ചയായിട്ടും ഞാൻ രണ്ട് കാര്യം അതിനകത്ത് പറയേണ്ടതുണ്ട്. ഒന്ന്, കേന്ദ്ര സർക്കാർ കേരളത്തോട് ചെയ്യുന്നത് വളരെ മോശമായ രാഷ്ട്രീയമാണ് എന്നുള്ളത് ഞങ്ങളുടെ അഭിപ്രായമാണ്, ഞങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായമാണ്. 2221 കോടി രൂപ അത് PDNA റിപ്പോർട്ട് കേരളം കൊടുത്തത്, അതിനനുസൃതമായ തുക നമുക്ക് ലഭ്യമാക്കണമെന്നുള്ളതാണ് ഒന്നാമത്തെ ആവശ്യം. രണ്ട്, അടിയന്തര ധനസഹായം നമുക്ക് വേണ്ട രീതിയിൽ ലഭിച്ചിട്ടില്ല എന്നത് മാത്രമല്ല, ഈ കടലിൽ കായം കലക്കുന്നത് പോലെ കേവലം 153 കോടി രൂപ മാത്രമാണ് തന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇപ്പോൾ ഇവർ ഇന്നത്തെ അമിത്ഷായുടെ കത്തിൽ പറയുന്ന 2 ഫണ്ടുണ്ട്. ഒന്ന് 150 പിന്നെ ഒരു 145 കോടി രൂപ 2 ദിവസം തുടർച്ചയായി നൽകിയെന്ന് ശ്രീ അമിത്ഷായുടെ കത്തിൽ പറയുന്നുണ്ട്. അത് തന്നെ BJPയുടെ പ്രതിനിധി ഇവിടെ പറഞ്ഞു. ഈ രണ്ടാമത് തന്ന 145 കോടി രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസംബറിൽ നൽകേണ്ടിയിരുന്ന SDRFൻ്റെ കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ടാണ്. അത് 2 മാസം അഡ്വാൻസ് ചെയ്ത് തന്നു എന്നത് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ഈ ദുരന്തത്തിനാകെ കേന്ദ്രം നൽകിയത് 153 കോടി രൂപയാണെന്ന് ഇന്ന് കേന്ദ്ര സർക്കാർ ക്ഷമിക്കണം എന്നോട്. എന്തായാലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, SDRF ഫണ്ട് ഉണ്ടോ എന്ന സംശയമുണ്ടെങ്കിൽ SDRF ഫണ്ട് ഉണ്ട്. പക്ഷേ ആ ഫണ്ട് കടൽ കായം കലക്കുന്നത് പോലെയുള്ളൂ. വയനാട്ടെ മഹാദുരന്ത കാലത്ത് അതിൻ്റെ മാനദണ്ഡങ്ങൾ കടുത്ത മാനദണ്ഡങ്ങളാണ്. അത് വെച്ച് ഒരു വീട് പണിയാൻ 1,30,000 രൂപ മാത്രമേ കൊടുക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ മാത്രം പരിമിതമായി മാത്രം ചെലവാക്കാൻ കഴിയുന്ന തുകയാണ് SDRF. അതിന് നമ്മുടെ വയനാടൻ ദുരന്തത്തിൽ ഒന്നും ചെയ്യാവതല്ല. വേണ്ടത് കേന്ദ്ര സഹായമാണ്. അത് കിട്ടുമെന്ന് ഇപ്പോഴും പ്രതീക്ഷിക്കാം. എൻകൗണ്ടർ പങ്കെടുത്ത 4 പേർക്ക് നന്ദി.